الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم قال رسول الله صلى الله عليه وسلم قليل العلم خير من كثير العبادة وقال رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة وقال العلم نور الله حقا ونور الله لا يطال عصي لو كان للعلم من دون التقى شرف لكان شرف خلق الله إبليس. ഏറ്റവും സ്നേഹാദരവും നിറഞ്ഞ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുകളെ, ഈ പ്രൗഢമായ സദസ്സിനെ ധന്യമാക്കാൻ ഇവിടെ ഒത്തുകൂടിയ പ്രാസ്ഥാനിക രംഗത്തും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുമൊക്കെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒട്ടേറെ നേതാക്കൾ ഈ മജ്‌ലിസിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ബഹുമാന്യനായ BSK തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഈദ്, ബഹുമാനപ്പെട്ട ഉലമാക്കളും ഉമറാക്കളും ഉൾപ്പെടെ ഈ മജ്‌ലിസിനെ ധന്യമാക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ നാടിലെ ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ സമർപ്പിച്ച നമ്മുടെ വിജ്ഞാന ഗോപുരമാകുന്ന നൂറുൽ ഇസ്ലാം മദ്രസയ്ക്ക് വേണ്ടി മനോഹരമായ ഒരു പുതിയ കെട്ടിടം നമ്മൾ പടുത്തുയർത്തുകയും ആ സമുച്ചയം ഇന്ന് പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെ പൊന്നോമന പുത്രൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകൾ നാടിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. സന്തോഷകരമായ ആ മുഹൂർത്തത്തിന് സാക്ഷികളാകുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ സംരംഭത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവർ, അതിനുവേണ്ടി സമ്പത്തും ശരീരവും സന്മനസ്സും സമർപ്പിച്ചവർ, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അതിന്റെ വളർച്ചയിലും അതിന്റെ ഉയർച്ചയിലും സർവാത്മനാ സർവവും സമർപ്പിച്ച ഈ നാട്ടിലും മറുനാട്ടിലും ഈ മജ്‌ലിസിലും ഈ മജ്‌ലിസിലില്ലാത്തവരുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നേരത്തെ സ്വാഗത ഭാഷണത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകളോട് കടമയും കടപ്പാടും അറിയിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യേണ്ട വേദിയാണിത്. ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിം സഹോദരങ്ങൾ പോലും
നല്ല സദസ്സിന് സാക്ഷികളാവുകയും നമ്മോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മുടെ വേദിയിലും നമ്മുടെ സദസ്സിലുമൊക്കെ ഒത്തുകൂടുകയും ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാനൊരു സുദീർഘമായ പ്രഭാഷണമൊന്നും നടത്തുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈ മഹത്തായ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മളെ സൂചിപ്പിച്ചതുപോലെ ഇൽമ് എന്ന് പറയുന്നത് അത് വഹയിൽ നിന്ന് തുടങ്ങിയതാണ്. പുണ്യനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇൽമാണ്. ഇൽമില്ലാത്തവർക്ക് ഇസ്ലാമികമായ അന്തസ്സും അഭിമാനവും ചൈതന്യവും നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതൊരു വ്യക്തിയാണെങ്കിലും അതൊരു നാടാണെങ്കിലും അത് ഒരു പ്രദേശമാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും എവിടെയും ഇസ്ലാമികമായ ചൈതന്യവും നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ അറിവ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിവ് അഥവാ വിജ്ഞാനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവനാണെന്ന് പഠിപ്പിച്ചത്. ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളുണ്ട്. 5 കാര്യങ്ങൾ. അത് നിസ്കാരമാണ്, ഷഹാദത്ത് കലിമയാണ്, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യലാണ്, നോമ്പ് നോൽക്കലാണ്, സക്കാത്ത് കൊടുക്കലാണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങളും നമുക്ക് നിർവഹിക്കണമെങ്കിൽ അതിന്റെ ഒക്കെ ഇമാമായ അറിവ് അതിന്റെ മുന്നിൽ നിൽക്കൽ വളരെ അനിവാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു ഇൽമ് അമലിന്റെ ഇമാമാണ്. നാം ചെയ്യുന്ന ഏതൊരു അമലുണ്ടോ ആ അമൽ ശരിയാവണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് ഖബൂലിയത്ത് ലഭിക്കണമെങ്കിൽ ആരോഗ്യമോ സമ്പത്തോ ഭൗതികമായ സ്ഥാനമാനങ്ങളോ മറ്റെന്തെങ്കിലും പുരോഗതികളോ അല്ല വേണ്ടത്. അറിവാണ് നമ്മുടെ മുമ്പിൽ ആദ്യം ഉണ്ടാവേണ്ടത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധ വചനം അവതരിപ്പിച്ചപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ജബലുൻ നൂറിലെ ഓർ ഹിറായിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സമയം ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിസ്കരിക്കാനോ നോമ്പ് നോൽക്കാനോ ഹജ്ജ് ചെയ്യാനോ മറ്റ് കർമ്മങ്ങൾ ചെയ്യാനോ അല്ല ആദ്യത്തെ പ്രഖ്യാപനം. അക്ഷരാഭ്യാസമില്ലാത്ത, പാഠശാലകളിൽ പോയിട്ടില്ലാത്ത, ഒരു ഗുരുനാഥനിൽ നിന്നും അറിവ് പഠിക്കാത്ത പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ആദ്യമായി കേൾപ്പിച്ചു കൊടുത്തത് ഇഖ്റ, വായിക്കുക എന്നതാണ്. നമ്മുടെ മഹത്തായ സ്ഥാപനവും നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഇസ്ലാമിന്റെ പ്രകാശമായി, ഈ പ്രകാശ ഗോപുരമായി നമ്മുടെ നാട്ടിൽ നമ്മൾ പടുത്തുയർത്തിയ ഈ സ്ഥാപനം ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നുകൊണ്ട് വായിച്ചു പഠിക്കുക. വർത്തമാനകാല സംഭവവികാസങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അറിവിന് ഏറെ പ്രാധാന്യമുണ്ട്, വിജ്ഞാനത്തിന് വലിയ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മനുഷ്യൻ എവിടെയുണ്ടോ, മനുഷ്യൻ ബന്ധപ്പെടുന്ന മേഖല എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലൊക്കെ ഇപ്പോൾ അസ്വസ്ഥതകളും അതുപോലെ തന്നെ അരാജകത്വങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അരങ്ങു തകർത്തുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് വ്യഭിചാര പേക്കൂത്തുകളിലും സെക്സ് റാക്കറ്റുകളിലും അഡിക്റ്റായി തട്ടിപ്പിലും വെട്ടിപ്പിലും ചതിയിലും വഞ്ചനയിലും എന്നുവേണ്ട നെറികേടിന്റെ നെറുകയിൽ കയറി നൃത്തം ചവിട്ടുന്ന ഇരുകാലി മൃഗങ്ങളുടെ ദയനീയമായ രംഗമാണ്
നട്ടുപ്പാതിര സമയത്തും നട്ടുച്ച സമയത്തും നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മൾ വായിക്കുന്നത്, അറിയുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി മലയാളക്കരയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. ഒരു നടിയെ നട്ടുപ്പാതിരക്ക് തട്ടിക്കൊണ്ടുപോയി കാറിനകത്ത് വെച്ചുകൊണ്ട് ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്ന സംഭവം ഇന്നും ആ അലയൊലികൾ അടങ്ങാത്ത വിധം നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നടിയുടെ മാത്രം പ്രശ്നമല്ല. നമുക്കറിയാം, രാജ്യത്ത് പെണ്ണിനെന്ന് മാത്രമല്ല മനുഷ്യ മക്കൾക്ക് തന്നെ സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം സംജാതമായിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ കാരണക്കാർ? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നേ ഉള്ളൂ. അറിയേണ്ടത് പലതും അറിയാതെ പോയി, പഠിക്കേണ്ടത് പലതും പഠിക്കാതെ പോയി. ഏതൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് പ്രകൃതി പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് മഴ ലഭിക്കാതെ, ദാഹജലമില്ലാതെ, കുടിക്കാൻ വെള്ളം കിട്ടാതെ നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഉറ്റുനോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിക്ക് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മറുഭാഗത്താകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, രാജ്യത്ത് പലയിടങ്ങളിലായി കാട് കത്തിക്കൊണ്ടിരിക്കുന്നു, മല കത്തിക്കൊണ്ടിരിക്കുന്നു, ഭൂമി പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ പട്ടണങ്ങളിൽ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ആദരിക്കേണ്ടവരെ ആദരിക്കാതെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ, തനിക്ക് ഏറ്റവും വലിയ കടപ്പാടും കർത്തവ്യവും നിർവഹിക്കേണ്ട സ്വന്തം മാതാപിതാക്കളെ പോലും വീടുകളിൽ നിന്ന് ആട്ടിയിറക്കി അമ്പലപ്പറമ്പിലും അതുപോലെ തന്നെ ക്ഷേത്രമുറ്റത്തും ആളുകൾ തിങ്ങി നിൽക്കുന്ന അങ്ങാടികളിലും അവരെ കൊണ്ടുപോയി വലിച്ചെറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രംഗം എന്തിനേറെ പറയണം. കൊച്ചു കേരളത്തിന്റെ മണ്ണിലാണ് നമ്മൾ വായിച്ചു പോയിട്ടുള്ളത്. സ്വന്തം പിതാവിനെ, സ്വന്തം മാതാവിനെ വീടിനകത്ത് റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു മാസങ്ങളോളം. പിതാവ് മരിച്ചു 1 മാസം കഴിഞ്ഞിട്ട് ആണ് വിവരമറിയുന്നത്, പിതാവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരമറിയുന്നത്. എന്തിന്? വീടിന്റെ ടെറസിന്റെ മുകളിൽ മാതാവിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ ടെറസിന്റെ മുകളിൽ കടന്നുകൊണ്ട് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് ജീവച്ഛവമായി കിടക്കുകയാണ്. ആരും കാണാനില്ല. ആ പാവപ്പെട്ട അമ്മയെ സംരക്ഷിക്കാനോ അമ്മയെ ഒന്ന് ശുശ്രൂഷിക്കാനോ ആളില്ല. ആ വീടിന്റെ താഴെ താമസിക്കുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കൾ. പക്ഷേ മക്കൾക്ക് മാതാപിതാക്കൾ ശല്യമായി. കുടുംബത്തിനും നാടിനും പ്രായം ചെന്ന മാതാപിതാക്കൾ പ്രയാസമായി മാറി അവനെ വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം. ഞാൻ ഓരോന്നും എണ്ണി പറയേണ്ടതില്ല. LKG UKG പ്രായത്തിലുള്ള നമ്മുടെ പിഞ്ചുമക്കൾ പോലും ക്രിമിനൽ കുറ്റവാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ട് മനുഷ്യൻ ഈ വിധത്തിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉത്തരമാണ് പഠിക്കേണ്ടത് പലതും പഠിക്കാനോ, അറിയേണ്ടത് പലതും അറിയാനോ, പഠിപ്പിച്ചു കൊടുക്കേണ്ട പലതും പഠിപ്പിച്ചു കൊടുക്കാനോ നമുക്ക് സാധിക്കാതെ പോയി എന്നതാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പഠിപ്പിച്ചത് അറിവിനാണ് പ്രാധാന്യം. ഞാൻ നേരത്തെ നിങ്ങളെ ഓതി കേൾപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖലീലുൽ ഇൽമ്, വളരെ കുറഞ്ഞ അറിവ്, കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞ അറിവ്, ഖൈറുൻ മിൻ കസീറിൽ ഇബാദ, അത് കൂടുതൽ ഇബാദത്തിനേക്കാൾ ഉത്തമമാണ്. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ നാട്ടിൽ വിദേശത്ത് നിന്ന് കടന്നു വന്ന ഒരു സഹോദരൻ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ലക്ഷപ്രഭുവാണ്, കോടീശ്വരനാണ്, വലിയ പ്രഗത്ഭനാണ്, സാമ്പത്തികമായി വലിയ ഭദ്രതയുണ്ട്, ഫ്ളാറ്റുകളുണ്ട്, ബിസിനസ് വലിയ സാമ്പത്തിക ശേഷിയുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആളാണ്. 50,000-ന്റെ 1,00,000-ന്റെ വാച്ച് കിട്ടിയിട്ടുണ്ട്. 75,000-ന്റെ മൊബൈൽ ഫോൺ പോക്കറ്റിലുണ്ട്.
എന്റെ പ്രിയപ്പെട്ടവരെ, വീട് 1 കോടി രൂപയുടെ വീടാണ്, അല്ലെങ്കിൽ അതിലധികം അതിന് ചെലവഴിച്ചിട്ടുണ്ട്. നാട്ടിൽ മുഴുവനും അവർക്ക് വലിയ സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്. മുന്തിയ വേഷം ധരിച്ചു 50 ലക്ഷത്തിന്റെ 1 കോടിയുടെ 1.5 കോടിയുടെ കാറിലാണ് സഞ്ചരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പ്രവേശിച്ച ആ സഹോദരൻ, മൂസക്കുട്ടിയാവാം, അബൂബക്കറാവാം, ഹൈദറാജിയാവാം, മുഹമ്മദാകാം, ആരുമാകാം, ആ സഹോദരൻ പള്ളിയിൽ കയറി അംഗശുദ്ധി വരുത്തി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഫാത്തിഹയിൽ ഒരക്ഷരത്തിന്റെ മഖ്റജ് പിഴച്ചു പോയാൽ, ഫാത്തിഹ ഓതുന്ന സമയത്ത് ഒരക്ഷരത്തിന്റെ മഖ്റജ് പിഴച്ചു പോയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. കോടീശ്വരനായിട്ട് കാര്യമില്ല, അവൻ വലിയ പണക്കാരനായിട്ട് കാര്യമില്ല, ഏതെങ്കിലും രംഗത്ത് അറിയപ്പെട്ട നേതാവായിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്തേ അവന്റെ നിസ്കാരം ബാത്തിലാവാനുള്ള കാരണം, അവന്റെ നിസ്കാരം പിഴച്ചു പോകാനുള്ള കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല. നമ്മുടെ പ്രിയങ്കരനായ MLA ഇബ്രാഹിം സാഹിബ് വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീനിനു വേണ്ടി ദീർഘകാലം സേവനം ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരവും മനസ്സിലാക്കണം, ഞാനും നിങ്ങളും അടുത്ത കാലത്ത് അശ്രദ്ധ സംഭവിച്ചു പോയ വലിയ ഒരു മേഖലയാണിത്. സാമ്പത്തികമായി നമ്മൾ ഉന്നത മേഖലയിലെത്തിയപ്പോൾ നമ്മളൊക്കെ അല്പം അപകടിച്ചു, പുറകോട്ട് മാറി നിന്നു. മദ്രസ വിദ്യാഭ്യാസത്തെ മൈൻഡ് ചെയ്യാതെ മതപഠനത്തിന്റെ കണക്കൽ കത്തിവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുമക്കളെ മദ്രസയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി ഈ മജ്‌ലിസിനൊത്തുകൂടിയ താടി നരച്ച തല നരച്ച എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവരുടെയൊക്കെ വിദ്യാഭ്യാസ പ്രായത്തിൽ അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം 2 നേരം മദ്രസയിൽ പോയി പഠിച്ചവരായിരുന്നു അവർ. രാവിലെ അവർ മദ്രസയിൽ പോകും, രാവിലെ അവർ വീട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആദ്യം പോകുന്നത് മദ്രസയിലാണ്. പിന്നെ അവരുടെ ഭൗതിക പഠനം കഴിഞ്ഞു രാത്രി വീണ്ടും അവർ മദ്രസയിലേക്ക് പോയിരുന്നു. ഒരു ദിവസം 2 നേരം മദ്രസയിൽ പോയി പഠിച്ചവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന വന്യവയോധികരായ 55, 60, 65, 70 വയസ്സ് പ്രായമുള്ളവർ. മാത്രമല്ല, ഇന്നത്തെ പോലെ പള്ളിയിൽ അങ്ങനെ സൗകര്യമൊന്നുമില്ല. ഹൗലിൽ വെള്ളം കിണറിൽ നിന്ന് കോരി ഒഴിക്കണം. പെട്രോൾ മെക്സിന്റെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു അന്നത്തെ ദർസ് പഠനം. ഇന്നത്തെ പോലെ വിശാലമായ മാർബിൾ പതിച്ച, ടൈൽസ് പതിച്ച, ഗ്രാനൈറ്റ് പതിച്ച, ആകാശം മുട്ടി നിൽക്കുന്ന മുനാരങ്ങളുള്ള മനോഹരമായ പെയിന്റ് അടിച്ചുകൊണ്ട് ആഡംബരവൽക്കരിക്കപ്പെട്ട പള്ളികളൊന്നുമില്ലാത്ത കാലം. ആ ചെറിയ ഓടുമേഞ്ഞ പള്ളിക്കകത്ത് ചെന്നുകൊണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് ഫത്ഹുൽ മുഈനും അതുപോലെ തന്നെ അൽഫിയയും അങ്ങനെ ഫിഖ്ഹിന്റെ, ഹദീസിന്റെ, തസവ്വുഫിന്റെ കിതാബുകൾ ഓതി പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തേ ഈ രാജ്യത്ത് സംഭവിച്ചത്? ഈ രാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും മനുഷ്യനിൽ സംഭവിച്ച ധാർമ്മികമായ അധപ്പതനത്തിന്റെ അടിസ്ഥാന കാരണത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ ഒന്നേ നമുക്ക് പറയാനുള്ളൂ: മനുഷ്യൻ മതബോധത്തിൽ നിന്ന് പുറകോട്ട് പോയി. എല്ലാവരും ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചുപോക്കിന് സമയമായി. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ അപകടമുണ്ടാകും. ആർക്കും അത് നിഷേധിക്കാൻ പാടില്ല, ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇനിയെങ്കിലും ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ തയ്യാറാവണം. ഈ പരിശുദ്ധമായ മദ്രസയ്ക്ക് വേണ്ടി മനോഹരമായ ഒരു കെട്ടിടം പടുത്തുയർത്തിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കൽ വലിയ ചടങ്ങാണ്. നമ്മൾ നിർവഹിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഈ ഉദ്ഘാടനത്തോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ 10ാം ക്ലാസ് വരെ ഇപ്പോൾ നിലവിലുണ്ട്. അടുത്ത വർഷം മുതൽക്ക്, അടുത്ത അധ്യയന വർഷം മുതൽക്ക് +1 വിദ്യാഭ്യാസം ആരംഭിക്കണം. മതരംഗത്തൊരു +1 നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ മതരംഗത്തൊരു +2 വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കാലഘട്ടം മുതൽക്കാണോ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുകയും ഖുർആൻ പഠിക്കുന്നതിനും ഹദീസ് പഠിക്കുന്നതിനും മസ്അല പഠിക്കുന്നതിനും അതുപോലെ തന്നെ ആത്മീയമായ അറിവ് കരസ്ഥമാക്കുന്നതിനും എന്നാണോ നമ്മൾ വൈമനസ്യം കാണിച്ച് പുറകോട്ട് പോയിട്ടുള്ളത്, അന്നാണ് ഈ രാജ്യത്ത് സകലവിധ ഫിത്നകളും നാശങ്ങളും നഷ്ടങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ആണിനും പെണ്ണിനും മാത്രമല്ല, ഇവിടെയുള്ള മനുഷ്യ കുടുംബത്തിൽ മാത്രമല്ല, ഇവിടെ ഈ പ്രകൃതിയിൽ ഏതൊക്കെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഏതൊക്കെ വസ്തുക്കളുണ്ടോ, ഒരു കാര്യം മനസ്സിലാക്കണം.
ചില ആളുകളൊക്കെ ഭരണരംഗത്തിരിക്കുന്ന, ഇവിടെ ഭരണചക്രം കറക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പോലും മനസ്സിലാക്കിയത് ഈ ഭൂമി നിലനിൽക്കുന്നത്, ഈ ആകാശം നിലനിൽക്കുന്നത്, ഈ പ്രകൃതി ഇങ്ങനെ നിലനിൽക്കുന്നത്, കാറ്റടിക്കുന്നതും മഴ പെയ്യുന്നതും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ചന്ദ്രന്റെ ഉദയവുമൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നടക്കുകയാണെന്നാണ്. ഇതിവിടെ നേരെ നടക്കണമെങ്കിൽ ഇതൊക്കെ ഇവിടെ ഈ സംഭവ വികാസങ്ങളൊക്കെ ക്രമം തെറ്റാതെ അതതിന്റെ സമയബന്ധിതമായി നടക്കണമെങ്കിൽ ഇവിടെ ഇൽമ് നിലനിൽക്കണം. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ രഹസ്യം ഇൽമാണ്. അതെവിടെയുണ്ട്? ഏത് കുടുംബത്തിലുണ്ട്? ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു സർവേ നടത്താലോ? ആരും വീട് കയറി പോകേണ്ടതില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, ഈ സദസ്സൊത്തുകൂടിയവരോട് ചോദിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് തന്ന ആൺമക്കളെ കൂട്ടത്തിൽ എത്ര ആൺമക്കളാണ് ഇന്ന് മതവിദ്യാഭ്യാസം പഠിക്കുന്നതിന് വേണ്ടി അവർ ഏതോ സ്ഥാപനത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കണക്കെടുക്ക് ഇപ്പോൾ തന്നെ നടത്താം. എനിക്ക് 3 മക്കളുണ്ട്. എന്റെ 3 മക്കളിൽ എത്ര മക്കളെ ഞാൻ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, മസ്അല പഠിക്കാൻ, ആലിമാവാൻ, ദീന് പഠിക്കാൻ അവരെ ഏതൊക്കെ മേഖലയിൽ എത്തിച്ചിട്ടുണ്ട് എന്നൊരു പരിശോധന നടത്തി നോക്കുക. MLA മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതുപോലെ തന്നെ IAS പാസ്സായവരുണ്ട്, വിവിധ കോഴ്സുകൾ പാസ്സായി ജോലിയുള്ളവരും ഇല്ലാത്തവരുമായ ആൺമക്കളും പെൺമക്കളും നമ്മുടെ നാട്ടിൽ നിന്ന് തടഞ്ഞു വീഴുകയാണ്. ഡോക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്, എഞ്ചിനീയർമാരുണ്ട്. പണ്ടത്തെ പോലൊന്നുമല്ല. നമ്മളൊക്കെ ഒരുപാട് മുന്നോട്ട് കുതിച്ചു. നമ്മുടെ ആൺമക്കളും പെൺമക്കളും ഒക്കെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരനുഭവം പങ്കുവെക്കുകയാണ്. എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ എന്റെ പഞ്ചായത്തിലെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സങ്കടത്തോടെ എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ സഹോദരൻ പറയാണ്, ഉസ്താദേ, ഞാൻ എന്റെ പഠനം അവസാനിപ്പിക്കുകയാണ്, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല. എന്റെ ഉപ്പ ധാരാളം കാശ് കെട്ടിവെച്ചുകൊണ്ട് എനിക്കൊരു സീറ്റ് വാങ്ങി എന്നെ പഠിപ്പിക്കാൻ തയ്യാറായി. ഞാൻ അവിടെ ചെന്നു. ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എന്റെ കൂടെ 6 കുട്ടികളുണ്ട്. എന്നെ പോലെ ഈ കേരളത്തിന്റെ പുതിയ ഭാഗങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി വന്നവരാണവർ. എന്നെ പോലെ പഠിക്കാൻ വേണ്ടി വന്നവരാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നവർ. ഞാനും അവരും ഒരുമിച്ച് ഒരു റൂമിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപകടകരമായ അവസ്ഥയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. ഞാൻ പരമാവധി പിടിച്ചു നിന്നു. ഞാനല്ലാത്ത എന്റെ കൂടെ ആ റൂമിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹപാഠികളൊക്കെ ലഹരി വസ്തുവിന്റെ അടിമകളാണ്. നേരം മോന്തിയായാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ ലഹരിയുടെ വസ്തുവുമായി, ലഹരി വസ്തുക്കളുമായി റൂമിലേക്ക് കടന്നു വരുന്നു. പരസ്യമായി വട്ടമിട്ടിരുന്ന് അവർ കുപ്പി പൊട്ടിച്ച് കുടിച്ചു കുത്താടുകയാണ്. മുസ്ലിം ചെറുപ്പക്കാരൻ പറയുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടി, എഞ്ചിനീയറിംഗിന് വേണ്ടി നാട് വിട്ട് വീട് വിട്ട് പഠിക്കാൻ വേണ്ടി കാശ് ചെലവഴിച്ചു പോയ ഒരു കുട്ടിയുടെ സങ്കടമാണ്. എല്ലാവരും പരസ്യമായി. ആരാ ഇത് ചെയ്യുന്നത്? വിവരമില്ലാത്തവരല്ലല്ലോ. അവർ നാട്ടിലെ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഉപരിപഠനത്തിന് വേണ്ടി അവർ ഡിഗ്രി എടുക്കാൻ, വിവിധ കോഴ്സിന് പഠിക്കാൻ വേണ്ടി പോയവരാണ്. അവിടെ വെച്ചുകൊണ്ട് അവർ രാവിലെ മുതൽ ക്യാമ്പസുകൾക്കകത്തിരുന്നു കൊണ്ട് ആ ക്യാമ്പസ് വിട്ട് പുറത്തു കടന്നാൽ പിന്നീട് അവർ മദ്യത്തിന്റെ ബോട്ടിൽ പൊട്ടിച്ചുകൊണ്ട് അവർ പരസ്യമായി കുടിക്കുകയാണ്. കഞ്ചാവിന്റെ അടിമകൾ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവർ, ബ്രാൻഡി കുടിക്കുന്നവർ, വിദേശ മദ്യത്തിന്റെ ബോട്ടിലുകൾ വാങ്ങിക്കൊണ്ടുവന്ന് പൊട്ടിച്ച് കുടിക്കുന്ന രംഗമാ കാണുന്നത്. ഞാൻ സഹിച്ചു നിന്നു. എന്നെ അവർ വിളിച്ചു, എന്നെ അവർ സൽക്കരിച്ചു. ആ സംഘത്തിലേക്ക്, ആ മദ്യപാനത്തിന്റെ സംഘത്തിലേക്ക് എന്നെ അവർ വിളിച്ചു. ഞാൻ പോകില്ല, എനിക്കതിന് പോകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? എന്റെ ഭൗതികമായ ക്വാളിറ്റിയുടെ പവർ കൊണ്ടല്ല. ഞാൻ എന്റെ മദ്രസയിൽ വെച്ചുകൊണ്ട് എന്റെ ഉസ്താദിൽ നിന്ന്, എന്റെ രക്ഷിതാക്കളിൽ നിന്ന്, എന്റെ നാട്ടിലെ സാഹചര്യത്തിൽ നിന്ന് പഠിച്ചെടുത്ത ഒന്നുണ്ട്. കള്ള് ഹറാമാണ്, മദ്യം ഹറാമാണ്. മദ്യം സർവ്വതിന്മയുടെയും ചാവിയാണ്. മദ്യം സർവ്വതിന്മയുടെയും ചാവിയാണ്. മദ്യപാനം അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ ചാൾസ് റിസറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 16 തരം മാരക രോഗങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വൻ ദുരന്തമാണ് മദ്യം. ഈ തിരിച്ചറിവ് ഞാൻ എന്റെ ജീവിതത്തിൽ അത് തൊട്ടു നോക്കിയിട്ടില്ല. ഞാനത് കുടിച്ചിട്ടില്ല. പക്ഷേ ഈ സംഘത്തിന്റെ കൂടെ എത്തിപ്പെട്ട ഞാൻ അതിന് നിർബന്ധിതനാവുന്ന അവസ്ഥ ഉണ്ടായി. എന്നെ അവർ ഫലമായി പിടിച്ചു. പരമാവധി ഞാൻ അതിൽ നിന്ന് പിടിച്ചു നിന്നു. ഞാൻ മാറി നിന്നു. ഞാൻ ആ സമയം വരുമ്പോൾ ആ റൂം വിട്ട് പുറത്ത് ഒളിച്ചു താമസിക്കും. അവസാനം അവർ ഒരു ദിവസം എന്നെ ബലമായി പിടിച്ച് മലർത്തി കിടത്തിയിട്ട് എന്റെ വായിലേക്ക് ഈ മദ്യം ഒടിച്ചു തരുന്ന സാഹചര്യമുണ്ടായി. ആ
സാഹചര്യം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് പരമാവധി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അതിന്റെ അംശം അകത്താക്കാതെ ബലപ്രയോഗം നടത്തി ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോന്നതാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? ഈ കുട്ടിയുടെ ആരോഗ്യത്തിന്റെ പവറാണോ? ഈ കുട്ടിയുടെ കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പവർ കൊണ്ടല്ല. ആ കുട്ടി തന്റെ നാട്ടിലെ മദ്രസയിൽ നിന്ന്, തന്റെ നാട്ടിലെ ചുറ്റുവട്ടത്തിൽ നിന്ന്, തന്റെ പ്രിയപ്പെട്ട ഉസ്താദിൽ നിന്ന് പഠിച്ചെടുത്ത ഒന്നുണ്ട്. അത് വിശുദ്ധ ഖുർആനിലൂടെ, ഹദീസിലൂടെ, മഹാന്മാരായ ഉലമാക്കളിലൂടെ, ആലിമീങ്ങളിലൂടെ, ആരിഫീങ്ങളിലൂടെ മദ്യപിച്ചാലുണ്ടാകുന്ന ഭൗതികവും ആത്മീയവുമായ എല്ലാ ദുരന്തവും ആ കുട്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്. കള്ള് ഹറാമാണ്, അത് തൊടാൻ പാടില്ല, അത് വിൽക്കാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല, അത് വാങ്ങാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട 10 വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ ഹബീബ് ശപിച്ചിട്ടുണ്ട്. നാളെ പാരത്രിക ലോക ജീവിതത്തിൽ സ്വർഗം കാണാൻ സാധ്യമല്ല, ഖബറിലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ തിരിച്ചറിവാണ് ഈ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഈ തിരിച്ചറിവ് അവിടെ ഉണ്ട്, അവിടെ രക്ഷ ഉണ്ടാവും. ഇവിടെ ആണിനും പെണ്ണിനും നട്ടപ്പാതിർക്കും നട്ടുച്ചക്ക് ഇറങ്ങിയടക്ക അതിന് പറ്റിയൊരു സാഹചര്യം നാട്ടിലുണ്ടാവണം. അതിന് വേണ്ടത് ആത്മീയമായ വിദ്യാഭ്യാസമാണ്, മതപരമായ ബോധമാണ്. അതല്ലേ ഇന്ത്യയിലെ പ്രഗത്ഭരായ ബുദ്ധിജീവികൾ പോലും പറഞ്ഞത്? ഭൗതിക വിദ്യാഭ്യാസം മാത്രം കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കുട്ടി മീൻസ് എന്ന് പറയുന്ന തത്വം അംഗീകരിക്കേണ്ടി വരും. അതാണെന്ന് നമ്മുടെ ക്യാമ്പസുകൾക്ക് മുറ്റത്തും ക്യാമ്പസുകൾക്ക് അകത്തും കണ്ടത്. നമ്മുടെ ക്യാമ്പസുകൾക്ക് പുറത്തും പരിസരത്തും അതിന്റെ അകത്തും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ധാർമ്മികമായ മൂല്യച്യുതിയുണ്ടോ? മാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിയും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അടുത്ത കാലത്ത് നമ്മൾ ഇടത്തോട്ട് ചെരിഞ്ഞിട്ട് ആ പോക്ക്, നമ്മുടെ പോക്ക് നമുക്കിപ്പോ ഇതൊന്നും വലിയ വിഷയമല്ല. മദ്രസ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, ഫിഖ്ഹ്, തഫ്സീർ, താരീഖ്, തജ്വീദ്, അങ്ങനെയുള്ള മദ്രസയിലെ പാഠപുസ്തകങ്ങൾ നമുക്ക് വിഷയമല്ല. അവിടെ സ്പെഷ്യൽ ക്ലാസ് ഇല്ല, അവിടെ നൈറ്റ് ക്ലാസ് ഇല്ല, അവിടെ ട്യൂഷൻ ക്ലാസ് ഇല്ല. കുട്ടി ഓതിയാലും കണക്കാണ്, ഓതിയില്ലെങ്കിലും കണക്കാണ്. തജ്വീദ് ഉണ്ടാട്ടെ, ഉണ്ടായില്ല, യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. നിലവിൽ നമ്മുടെ മക്കളെ കുറിച്ചൊരു പഠനം നടത്തി നോക്കിയാൽ മതി. മക്കൾ ഓത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അവർക്കെന്ത് മഹ്റജ്, അവർക്കെന്ത് രീതി, അവർക്കെന്ത് ട്യൂൺ, അവിടെയൊന്നും ട്യൂണില്ല. നേരെ മറിച്ച് തന്റെ ഭൗതിക ക്യാമ്പസിനകത്ത് തനിക്ക് ഗ്രേഡ് കിട്ടുന്നതിന് വേണ്ടി മക്കളെ ഏതെങ്കിലും സംഗീത കേന്ദ്രത്തിൽ കൊണ്ടുപോയി പാട്ട് പഠിപ്പിച്ച് ആ പാട്ട് പാടുന്ന മക്കളെ ഏതെങ്കിലും ചാനലിലെ റിയാലിറ്റി ഷോകൾക്ക് മുമ്പിൽ കൊണ്ടുപോയിട്ട് ഉപ്പയോടൊപ്പം, ഉമ്മയോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം ആ റിയാലിറ്റി ഷോകളിലെ ചടങ്ങുകളിൽ പോയിരിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തേ ഖുർആനോത്തിന് ആ ആവേശം കാണാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ പരിശുദ്ധ ദീനിന്റെ കാര്യത്തിൽ ആ താല്പര്യവും ആ ആവേശവും ആ നമ്മളിൽ നിന്ന് ഉണ്ടാവാതെ പോകുന്നത് എന്തിന്റെ പേരില? ഗൗരവമായി ഓർക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചത് കുറഞ്ഞ അറിവ് അല്പമാണെങ്കിലും അത് ഇബാദത്തിനേക്കാൾ ഉത്തമമാണ്, ഇബാദത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത്. അറിവുണ്ടാവണം നമുക്ക്. ആ അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ അറിവാണ് മനുഷ്യനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നോർത്തു നോക്കൂ. നിങ്ങൾ എത്രമേൽ ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രമാത്രം നമ്മൾ ആത്മീയ രംഗത്ത് നിന്ന് മതവിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. പിടിച്ചിറക്കാണ് മാതാപിതാക്കൾ മക്കളെ മനഃപൂർവ്വം പിടിച്ചിറക്കാൻ, അവസരങ്ങളുടെ കടക്കൽ കത്തിവെക്കാണ്. ഇപ്പൊ ഹോമിയോ ഗുളിക കുടിക്കുന്ന മാതിരിയായി. ഇപ്പൊ കെട്ടിടത്തിന്റെ കുറവില്ല. എല്ലാ നാട്ടിലും മദ്രസ വളരെ മനോഹരമാണ്. മദ്രസയിൽ ഇഷ്ടം പോലെ സ്ഥലം കാലിയായി കിടക്കാണ്. ബെഞ്ചും ഡെസ്കും ഒക്കെ കാലിയായി കിടക്കാണ്. അവിടെ സ്ഥലത്തിന്റെ കുറവില്ല, അവിടെ സൗകര്യത്തിന്റെ കുറവില്ല. എല്ലാ സൗകര്യങ്ങളും, എന്ത് സൗകര്യം വേണമെങ്കിലും അവിടെ വെച്ചു കൊടുക്കാൻ ആളുകൾ മത്സരിക്കുകയാണ്. വെളിച്ചം എന്ന് പറയുമ്പോഴത്തേന് വെളിച്ചം, ഇൻവെർട്ടർ എന്ന് പറയുമ്പോഴത്തേന് അത്, ഡെസ്ക് എന്ന് പറയുമ്പോഴത്തേന് അത്, ബെഞ്ച് വേണമെങ്കിൽ ബെഞ്ച്, ഇനി AC എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മദ്രസക്കകത്ത് അള്ളാഹുവിന്റെ നൂറാകുന്ന വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ, അള്ളാഹുവിന്റെ പ്രകാശമാണ് ഇൽമ്, അള്ളാഹുവിന്റെ പ്രകാശമാണ്.
അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന ഇൽമു കരസ്ഥമാക്കാൻ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സൂചിപ്പിച്ചതുപോലെ തെറ്റ് ചെയ്യാതെ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടാതെ പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മദ്രസക്കകത്ത് വന്നുകൊണ്ട് ഇൽമു പഠിച്ച് പുറത്തിറങ്ങുന്ന മക്കളുണ്ടോ എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അങ്ങനെയുള്ള മക്കളുണ്ടോ? മക്കൾ വരുന്നുണ്ട്. വരുന്ന കോലം എങ്ങനെയാണ്? അവരുടെ വേഷത്തിന്റെ അവസ്ഥ എന്താണ്? അവർ മദ്രസയിലേക്ക് വരുമ്പോഴും വരുന്നതിന്റെ മുമ്പും അവർ മദ്രസ വിട്ടു പോയിട്ടും അവരുടെ വീട്ടിലെ സാഹചര്യം എന്താണ്? ടെലിവിഷനിലെ ചാനലിന്റെ മുമ്പിൽ നിന്നാണ്, സീരിയലിന്റെ മുമ്പിൽ നിന്നാണ്, സിനിമയുടെ മുമ്പിൽ നിന്നാണ്, ഏതെങ്കിലും ഗെയിമിന്റെ ലോകത്തു നിന്നാണ്, അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ കയ്യിലുള്ള ഏതെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകളുള്ള അങ്ങനെയുള്ള പുതിയ സംവിധാനത്തിന്റെ മുമ്പിൽ നിന്നാണ് ആ കുട്ടി മദ്രസയിലേക്ക് വരുന്നത്. ബുക്ക് കൊണ്ടുവരുന്ന കോലം തന്നെ കണ്ടാൽ, ബുക്ക് പിടിക്കുന്ന കോലം മടക്കിയൊക്കെ ചുരുട്ടി ബാക്കിലെ പോക്കറ്റിൽ ചീരിയിട്ട് കുട്ടി ഒരു മൈൻഡ് ഇല്ലാതെ മദ്രസക്കകത്ത് കടന്നു വരുന്ന സാഹചര്യം. ആദരണീയരായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു കാര്യം അടിവരയിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെങ്കിലും ഒന്ന് പഠിച്ചാലൊന്നും കിട്ടൂല. ഇതിനൊരു റൂട്ടുണ്ട്, ഇതിനൊരു വഴിയുണ്ട്. ചില ആൾക്കാർ പറയും +2 പഠിച്ചിരിക്കണോലോ എന്നിട്ടെന്താ ഓളങ്ങനെ, +1 പഠിച്ചിരിക്കണോലോ എന്നിട്ടെന്താ ഓനങ്ങനെ. അങ്ങനെ ചോദിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇൽമു കിട്ടണമെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്, അതിനൊരു മാനദണ്ഡമുണ്ട്. അത് അള്ളാഹുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശമാകുന്ന ഇൽമു ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടാതെ അവന്റെ വീട് നന്നാവണം, വീട്ടിന്റെ സാഹചര്യം നന്നാവണം, ഓൻ വരുന്ന വഴി നന്നാവണം, ഓൻ പോണ പോക്ക് നന്നാവണം, അവന്റെ വേഷവും അവന്റെ വിചാരങ്ങളും അവന്റെ എല്ലാം നല്ല അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അവൻ മദ്രസക്കകത്ത് വന്നാൽ നാഫിയായ ഇൽമു നേടിയെടുത്തുകൊണ്ട് അവന് തിരിച്ചു പോകാം. അതൊന്ന് നിന്നുപോയോ? ഇത് വരുന്നത് തന്നെ ഒരെന്ന വരവാണ്. വരുന്ന വരവ് തന്നെ ഉയർന്ന വരവാണ്. വിശുദ്ധ ഖുർആനിനോട് അനാദരവ് കാണിച്ച്, തന്റെ പാഠപുസ്തകത്തിനോട് അനാദരവ് കാണിച്ച്, തന്റെ സ്കൂളിലെ തന്റെ ഭൗതിക പാഠപുസ്തകത്തിനോട് കാണിക്കുന്ന ആ ആദരവ് പോലും മദ്രസ പാഠപുസ്തകത്തിനോട് കാണിക്കാതെ അവിടെയൊക്കെ അവഗണനയും അതുപോലെ തന്നെ അലസതയും കാണിച്ചുകൊണ്ട് ആ മക്കൾ വരുന്നത്. പരിയൊന്നുമില്ല. PTA മീറ്റിംഗ് ഒന്ന് വിളിച്ചു നോക്കി, മദ്രസയിൽ എത്ര രക്ഷിതാക്കൾ വരുന്നുണ്ട് നോക്കി. നേരെ മറിച്ച് സ്കൂളിലെ PTA മീറ്റിംഗ് വിളിക്കുമ്പോഴേക്കും അവിടേക്ക് നേരത്തെ ചെല്ലുന്നു, എന്നിട്ട് ടീച്ചേഴ്സിനെ കാണുന്നു, കുട്ടിയുടെ വിവരങ്ങൾ അറിയുന്നു, ആ വിവരങ്ങൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കേട്ടുപഠിക്കുന്നു. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ വലുതിനെ പലതും ആദരിക്കേണ്ടതിനെ പലതും ആദരിക്കാതെ നമ്മൾ ഈ ഭൂമുഖത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് രക്ഷപ്പെടാൻ നിർവാഹമില്ല. എന്റെ സഹോദരങ്ങൾ ഓർക്കണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ പുണ്യനബി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പ്രഖ്യാപിച്ചു, യാ മഅ്ശറൻ നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുസിന, നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം. ലൈവാണല്ലോ, നാട്ടിൽ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചപ്പതാണ്. ഇന്ന് എല്ലായിടത്തും എല്ലാവരാലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവും ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയും സ്വന്തം മാതാപിതാക്കളാൽ മക്കൾ പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം. നടി മാത്രമല്ല, ഒരു നടി മാത്രമല്ല ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. ഇന്നും നമ്മൾ പത്രകോളങ്ങളിലെ ഫ്രണ്ട് പേജിൽ വെണ്ടക്കാക്ഷരത്തിൽ നമ്മൾ വായിച്ചു പോയ വാർത്ത എന്താണ്? ക്യാമ്പസുകൾക്ക് പിന്നെ ലൈൻ ഇല്ലെങ്കിൽ ക്യാമ്പസ് ഇല്ല. ഏത് ലൈന്? പോസ്റ്റുമ്പോ കൂടി പോണ ലൈനല്ല. ഒന്ന് ആലോചിച്ചാളി, ഒന്ന് ചോദിച്ചാളി. 9ൽ പഠിക്കുന്ന, 10ൽ പഠിക്കുന്ന, +1ലും +2ലും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളോടൊന്ന് ചോദിച്ചാൽ മതി. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണ്. അതൊരു പലഹാരാണ്. ഇപ്പം അത് നാട്ടിലൊരു പലഹാരാണ്. അത് കേൾക്കുമ്പോ വിചാരിക്കൂ, ബോയ് ഫ്രണ്ട് അല്ലേ, നല്ലതാ. ഗേൾ ഫ്രണ്ട് അല്ലേ, കുഴപ്പമില്ല. ആരാടി വിളിച്ചത്? ബോയ് ഫ്രണ്ട് വിളിച്ചതാണ്. ആരാ വിളിച്ചത്? ഗേൾ ഫ്രണ്ട് വിളിച്ചതാണ്. അങ്ങനെ പറയുമ്പോഴേക്കും ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല, വിട്ടുകൊടുക്കാണ്. ഞാൻ ഓർക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്ത് മാനദണ്ഡം കാണിച്ചു, നമ്മൾ എന്ത് സൂക്ഷ്മത പുലർത്തി. നമ്മൾ കൊടുക്കേണ്ട പലതും നമ്മുടെ മക്കൾക്ക് കൊടുത്തോ? പഠിപ്പിക്കേണ്ട പലതും നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? മദ്രസയുടെ ഉദ്ഘാടന വേളയിൽ വിശാലമായി ഇരുന്ന് ചിന്തിക്കുക. ഈ ചിന്ത അറ്റുപോകരുത്. ഇത് മരണം വരെ തുടർന്നുകൊണ്ടിരിക്കണം. ഇതിവിടെ തുടങ്ങി ഇവിടെ നിർത്തേണ്ടതല്ല. ഇത് ഇനിയും മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, അനുഭവത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അനുഭവത്തിന്റെ ഒട്ടനേകം കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ടൂറിന് പോവുകയാണ്.
എത്ര ദിവസം? 3 ദിവസം. ആരാ കൂടെ ഉള്ളത്? ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ട്. ആരൊക്കെ ഉണ്ട്? ബോയ്സും ഉണ്ട്, ഗേൾസും ഉണ്ട്. ഏത് വണ്ടിയിലാ? ഒറ്റ ബസ്സിലാ പോണത്, ഒരു ബസ്സിലാ പോണത്. എത്ര ദിവസം? 3 ദിവസം. ആരാണ്? മലബാറിലെ മാപ്പിള കുടുംബത്തിൽപ്പെട്ട ഉമ്മയുടെ അച്ഛന്റെ മക്കളല്ല, ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാ പോണത്. പൈസത്തിന് 2500, നോ പ്രോബ്ലം, കൊടുക്കുക, വിടുക. എന്നാ പോണത്? ഇന്ന് രാത്രി. ഇനി എന്നാ വരിക? മറ്റന്നാ രാത്രി. സുബഹി എവിടെയാണ്? അറിയില്ല. ളുഹ്ർ എവിടുന്ന? അറിയേണ്ടതില്ല. അസർ അറിയില്ല. മഗ്രിബ് പ്രശ്നമല്ല. ഇശാ നോക്കേണ്ട കാര്യമില്ല. ഈ പെൺകുട്ടി തന്റെ വീട് വിട്ടുകൊണ്ട് പോകുമ്പോൾ പ്രായപൂർത്തിയെത്തിയ പൊന്നുമോളല്ലേ, എന്താ ഉടുത്ത തുണി കഴിച്ച് തലയെ കെട്ടാണോ? ഉടുതുണി കഴിച്ച് തലയിൽ കെട്ടുന്നതിന് സമാനമായ ഒരു സാഹചര്യമല്ലേ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? സ്വന്തം കുടുംബത്തിൽ പറഞ്ഞ ഉപ്പും ചോറും തിന്ന് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ 2-3 ദിവസം ടൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അതിന് തടസ്സമില്ല. പഠനത്തിനാണെങ്കിൽ അത് ഉപകാരമുണ്ടെങ്കിൽ, അച്ചടക്കത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിട്ട പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മാർഗം അവലംബിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ അതിനെ ഏത് വിധത്തിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ നിസ്കാരം നോ. നിസ്കാരില്ലേ കുട്ടിക്ക്? ആ കുട്ടി പിന്നെ ബസ്സിൽ അങ്ങ് കയറിയാൽ പിന്നെ കുട്ടിയുടെ സാഹചര്യമാകെ മാറുകയാണ്. കുട്ടി ഒരു പ്രത്യേക ലോകത്താ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ചടക്കത്തോടെ അതോടെ തന്റെ വീടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ച ആ പൊന്നുമോൾ ഒരു ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും തന്റെ സംസ്കാരമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് മാറുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവസാനം അപകടകരമായി തന്റെ കുളിക്കുന്ന ഫോട്ടോവും അതുപോലെ തന്നെ ആ യാത്രയിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ വരുത്തി വെച്ചിട്ട് ആ ദുഃഖം പേറിയിട്ടാണ്, ആ സങ്കടം പേറിയിട്ടാണ് ആ കുട്ടി തിരിച്ചു വരുന്നത്. നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ആരാപ്പ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനുള്ളത്? ആരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്? ഇന്ന് ഓരോ കുടുംബത്തിന്റെ അകത്തും പുറത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആണും പെണ്ണും അഥവാ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒളിഞ്ഞും തൊളിഞ്ഞും നടന്നുകൊണ്ടിരിക്കുന്ന സെക്സ് റാക്കറ്റുകളുടെ, ലൈംഗിക അരാജകത്വങ്ങളുടെ, അതുപോലെ തന്നെ ഈ വൃത്തികെട്ട സാഹചര്യങ്ങളുടെ വേദനിക്കുന്ന രംഗമാണ്. വേദനിക്കുന്ന രംഗം നിങ്ങൾ ഓർത്തു നോക്കൂ. പേരാമ്പ്രക്കടുത്ത ഹോളി ഫാമിലി സ്കൂളിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയാളക്കരയിലെ പത്രങ്ങളിലൂടെ വായിച്ചു പോയി. ഒരു +2 പഠിക്കുന്ന പെൺകുട്ടി, ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. എന്തേ? ആ കുട്ടി എഴുതി വെച്ച ഡയറി കുറിപ്പ് ഒരു മാസത്തിന് ശേഷമാണ് കിട്ടിയത്. പക്ഷേ ആ കുട്ടിയുടെ ആത്മഹത്യ കഴിഞ്ഞു. തൊട്ടടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു 10ാം ക്ലാസ് പെൺകുട്ടി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ വെച്ച് ബോധം തിരിച്ചു കിട്ടി. ആ പെണ്ണിനോട് കാര്യം വിശദമായി ചോദിച്ചപ്പോഴാണ് തന്റെ കൂടെയുള്ള ഇനി ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന 12 പെൺകുട്ടികളുടെ കഥ സങ്കടകരമായ, ദുഃഖകരമായ, മാതാവറിയാത്ത, ഉമ്മയറിയാത്ത, ഉപ്പയറിയാത്ത, നാട്ടുകാരറിയാത്ത സെക്സ് റാക്കറ്റുകളുടെ കണ്ണികൾ കൊണ്ടുപോയി അപകടപ്പെടുത്തിയ 12 പെൺകുട്ടികളുടെ വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതൊന്നുമല്ല നിന്നത്. അടുത്തത് രക്ഷപ്പെട്ടതുകൊണ്ട് ആ പെണ്ണും ആത്മഹത്യ ചെയ്തെങ്കിൽ കഴിഞ്ഞു. മൂന്നാമത് പിന്നും ചെയ്യും. 12 പെൺകുട്ടികളെ ആത്മഹത്യയുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അതിൽ ഒന്ന് വിട പറഞ്ഞു പോയി. ഇനി 11 ബാക്കിയുണ്ട്. എന്തേ സംഭവിച്ചത്? ക്യാമ്പസുകൾക്ക് മുറ്റത്ത് വെച്ചുകൊണ്ട് സംഭവിച്ചതാണ്. ക്യാമ്പസുകൾക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇവിടെ ഒത്തുകൂടിയ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ സഗൗരവം ചിന്തിക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തേ മക്കളെ വിടാവും. എന്താ കൊടുക്കേണ്ടത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. പരിശുദ്ധ ഖുർആനിൽ ഇടക്കിടക്ക് മനുഷ്യനെ തട്ടി ഉണർത്തുന്ന വിധം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു ആ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അലയിലുണ്ട്, മറ്റു പല സൂറത്തുകളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഹൃദയത്തിൽ മറച്ചു വെച്ചതിനെയും അള്ളാഹു അവന്റെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവനാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഈ ബോധമല്ലേ മനുഷ്യനെ മനുഷ്യനാക്കേണ്ടത്? നമ്മളെവിടെ ആരുടെ മുമ്പിൽ ഏത് ഒറ്റപ്പെട്ട കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്റെ ഇലാഹായ റബ്ബ് അത് കാണുന്നുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം, റബ്ബിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിന്റെ കഴിവിലുള്ള ആ കുട്ടിയുടെ അറിവ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എന്ത് രഹസ്യമായി ചെയ്തിട്ടും കാര്യമില്ല. എന്റെ ഉപ്പ ഇത് കാണുന്നില്ലെങ്കിലും, എന്റെ ഉമ്മ ഇത് കാണുന്നില്ലെങ്കിലും, എന്റെ ഉറ്റവരും ഉടയവരും എനിക്ക് വേണ്ടപ്പെട്ട ആരും ഇത് കാണുന്നില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച ഇലാഹായ റബ്ബ് ഇത് കാണുന്നവനാണ്, ഇത് കാണുന്നുണ്ട്. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى.
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ വിവിധ അത്ഭുതകരമായ അവന്റെ കുദ്റത്തുകൾ ഓരോന്നും പഠിപ്പിക്കുകയാണ്. ഏത് മക്കൾക്കറിയാ? ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കി. ഇന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ വിളിച്ചിട്ട് സൂറത്തുൽ ആയില തുറന്നു വെച്ചിട്ട്, എന്താ മോളെ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആയില, എന്താണ് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആയില, എന്താണ് അതിന്റെ അർത്ഥം? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആയില അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ആ ആയത്തിന്റെ ആശയവും ആ ആയത്തിന്റെ പരിശുദ്ധിയും ആ ആയത്തിന്റെ ഗാംഭീര്യതയും നമ്മുടെ മക്കൾ പഠിക്കണം. അവിടെ നിന്നാണ് കുട്ടിയിൽ ആത്മീയമായ ബോധം ഉടലെടുക്കേണ്ടത്. ആ ചിന്തയാണ് കുട്ടിയെ നന്നാക്കി തീർക്കേണ്ടത്. നമ്മൾ വേറെന്ത് കാണിച്ച് പേടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ എവിടെ ഒളി ക്യാമറ വെച്ചിട്ടും ഇവിടെ ഏതൊക്കെ ക്യാമറ സംവിധാനങ്ങൾ വെച്ചാലും മനുഷ്യൻ നന്നാവാൻ പോകില്ല. അതിനെ മറികടക്കാനുള്ള മറുമരുന്ന് ഈ ആധുനികവും കണ്ടുപിടിച്ചു കഴിഞ്ഞു. പലരും ഇപ്പൊ അങ്ങനെയാണ്. ക്യാമറ വെച്ചിട്ട് ക്യാമ്പസുകൾക്കകത്തും പുറത്തും ക്യാമറ ഉണ്ട്, നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോലും ആ ക്യാമറയെ പോലും മറികടക്കുന്ന വിധം ഏതൊക്കെ പുതിയ നിയമങ്ങൾ. പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോവാണ്, സ്ത്രീ സുരക്ഷാ നിയമം. ഇന്നത്തെ പത്രത്തിൽ നമ്മളൊക്കെ വലിയ വാർത്തയായി വായിച്ചു പോയി. പെണ്ണിനൊരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. ഇവിടെ ഒറ്റ നിയമമേ വേണ്ടതുള്ളൂ, ഇലാഹായ റബ്ബിനെ കുറിച്ചുള്ള ബോധം. ആ പെൺകുട്ടി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പെണ്ണാവണം. കണ്ടില്ലേ നിങ്ങൾ മഞ്ചാബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മഞ്ചാബിയുടെ കുളിപ്പുര ചോദിച്ച ഒരു പെണ്ണിന്റെ കഥ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി യാത്രക്കിടയിൽ മഞ്ചാബിന്റെ കുളിപ്പുര ചോദിച്ചു. ഒരു ചെറുപ്പക്കാരനോട്, ഒരു സഹോദരന്റെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. ഐന ഹമ്മാമു മഞ്ചാബി, മഞ്ചാബിന്റെ കുളിപ്പുര കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആ സഹോദരൻ ഒരു പെണ്ണിനോട് സംസാരിക്കാൻ കിട്ടിയ അവസരം അത് കൃത്യമായി ചൂഷണം ചെയ്തു. ആ സഹോദരൻ പറഞ്ഞു, വാ നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഏതായാലും ഒരു പെണ്ണിനെ കിട്ടിയല്ലോ. ആ പെണ്ണിന് കിട്ടിയ ചാൻസിൽ ആ പെണ്ണിനെ കൈപിടിച്ചു കൊണ്ടുപോയി ആ സഹോദരൻ. എന്നിട്ടോ മഞ്ചാബിന്റെ കുളിപ്പുര കാണിക്കാനെന്ന പേരിൽ വേറെ ഒരു റൂമിൽ കൊണ്ടുപോയി വാതിലടച്ച് പൂട്ടിയിട്ട് ആ പെണ്ണിനെ ആവശ്യപ്പെടുകയാണ്. രക്ഷപ്പെടാൻ മാർഗമില്ല. എന്തു ചെയ്യും? ഒറ്റയാണ്, യാതൊരു മാർഗവുമില്ല. ഒരു പുരുഷന്റെ, ഒരു ചെറുപ്പക്കാരന്റെ കാമവലയത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. ഈ ചൂഷണത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. എന്തു വഴിയുണ്ട്? അവസാനം ആ പെണ്ണൊരു ഹിക്മത്ത് ഉപയോഗിച്ചു. എന്തേ? ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലുണ്ട്, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടാലും എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. എന്റെ റബ്ബ് കാണും, എന്റെ അള്ളാഹു ഇതറിയും. എനിക്കൊരു ഖബറുണ്ട്, എനിക്കൊരു മഹ്ശറയുണ്ട്, എനിക്കൊരു ഹിസാബുണ്ട്, എനിക്കൊരു മീസാനുണ്ട്, എനിക്കൊരു വിചാരണ വരാനിരിക്കുന്നുണ്ട്, എനിക്കൊരു വല്ലാത്ത മഹ്ശറ വൻസഭയിൽ ഹാജരാവേണ്ടതുണ്ട്. അവിടെ സൂര്യൻ ഒലിച്ചാൻ തലക്ക് മീതെ ഉദിക്കും. ആ ചൂടുവെള്ളത്തിൽ ഞാൻ ആ വിയർപ്പിന്റെ വെള്ളത്തിൽ കിടക്കേണ്ടി വരും. എനിക്ക് അർശിന്റെ തടൽ ലഭിക്കാതെ പോകും, എനിക്ക് സ്വർഗം കാണാതെ പോകും. അതുകൊണ്ട് ഇല്ല, ഒരു നിമിഷം പോലും റബ്ബ് പൊരുത്തപ്പെടാത്ത ഒന്നിനും ഞാനില്ല എന്ന് തീരുമാനിച്ച ആ പെൺകുട്ടി ആ സഹോദരന്റെ കാമ കണ്ണുവെച്ച് തന്നെ വഞ്ചിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സഹോദരന്റെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടാണ്. വേണമെങ്കിൽ ഈ ചക്ക വരുമ്പലും കഴിക്കും. ഞമ്മക്ക് ആ ചിന്ത വേണം. ഇവിടെ നിന്നിട്ട് എവിടെങ്കിലും പോയി കുടുങ്ങുക, എന്നിട്ട് കിട്ടേണ്ടതൊക്കെ കിട്ടുക, എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ പോയി പരാതി പറയാ. അതാപ്പൊ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? അങ്ങനെ പീഡിപ്പിച്ച്, അങ്ങനാക്കി, നോനങ്ങനാക്കി, നോലിങ്ങനാക്കി. എപ്പോഴാ നടക്കേണ്ടത് മുഴുവനും നടന്നു, ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു. അതിന്റെ പേരിൽ അവരുടെ അപക്കൽ വന്ന വീഴ്ച ചർച്ച ചെയ്യപ്പെടുന്നില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവം രാജ്യത്ത് വലിയ ചർച്ചയാകുമ്പോൾ എന്തുകൊണ്ടൊരു നടി ആക്രമിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടോ? പ്രതികളെ പിടിക്കലും അതിന്റെ പേരിൽ റോന്ത് ചുറ്റലും നാട് മൊത്തം അതിന്റെ പേരിൽ വലിയ ചർച്ചയും ഉപചർച്ചയും ചാനലുകളിലും ചാനലുകൾക്ക് പുറത്തും നാട്ടിലും അതിനുവേണ്ടി ഈ രാജ്യത്തിന്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് കോടികൾ പൊടി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? എണ്ണങ്ങള് ഒരു സഹോദരന്റെ, ഒരു യുവാവിന്റെ കാമവലയത്തിൽ അകപ്പെട്ടു പോയ ആ പെൺകുട്ടി അവിടെ നിന്ന് വളരെ അത്ഭുതകരമായി തന്റെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടുകയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, എടാ നീ എന്നെ ഏതായിരുന്നാലും ഞാൻ നിന്നോട് നല്ല മനസ്സോടെ ഹമ്മാമിൻ ചോദിച്ചതാണ്, കുളിപ്പര ചോദിച്ചതാണ്. നീ എന്നെ കൊണ്ടുവന്നത് കുളിപ്പരയിലേക്കല്ല, നീ വഞ്ചകനാണ്, നീ എന്നെ പറ്റിച്ചതാണ്. ഏതായിരുന്നാലും നിന്റെ ആഗ്രഹം നടക്കണമെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹം നടക്കണം. എനിക്ക് വിശപ്പുണ്ട്, എന്റെ വിശപ്പൊന്ന് മാറ്റണം, എന്റെ വിശപ്പ് മാറ്റണം. വിശപ്പ് മാറ്റണമെങ്കിൽ നീ എനിക്ക് ഭക്ഷണം കൊണ്ടുവരണം. ഞാൻ വിശപ്പിലാണ്, എനിക്ക് ഭക്ഷണം കൊണ്ടുവരണം.
ഇത് കേൾക്കേണ്ട താമസം. ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി വാതിൽ തുറന്നുകൊണ്ട് ആ പുരുഷൻ ഓടിപ്പോയി. ആ തക്കം നോക്കിയിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തന്റെ ജീവിതത്തിലെ ഒരു വലിയ അത്ഭുതമായി മാറുകയാണ്. രക്ഷപ്പെട്ടു. നോക്കണം നിങ്ങൾ. തിരിച്ചു വന്നപ്പോ റൂമിനകത്ത് ആ സഹോദരൻ വെച്ചുപോയ ആ റൂമിനകത്ത് അവിടെ സുരക്ഷിതമായി പാർപ്പിച്ചു പോയ പെണ്ണിനെ കാണുന്നില്ല. സങ്കടായി, ദുഃഖായി, ബേജാറായി, ഭ്രാന്തായി, പാട്ടുപാടലൊടുങ്ങി. ഓൻ നാട്ടിലെ ഭ്രാന്തനായിട്ട് മാറി. കയ്യിൽ കിട്ടിയ പളങ്ക് പാത്രത്തെ ഒരു പളങ്കുള്ള ഒരു നല്ല സൗന്ദര്യവതിയായ പെണ്ണിനെ എന്റെ അബദ്ധം കൊണ്ട്, എനിക്ക് സംഭവിച്ച ഒരു അബദ്ധം കൊണ്ട് നഷ്ടപ്പെട്ടു പോയല്ലോ. മനം നിന്ന് മാനസിക നില തെറ്റിയിട്ട് ഭ്രാന്തനായി മാറി. നാട്ടിൽ പാട്ടുപാടി നടക്കാൻ തോന്നി. ആ ഹമ്മാമിന്റെ കുളിപ്പര ചോദിച്ച പെണ്ണിനെ കണ്ടവരുണ്ടോ? ഒരു ദിവസം ഈ പെൺകുട്ടി അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഇവനെ കാണുന്നുണ്ട്. ഇവനെ കാണുകയാണ്. തിരിച്ചറിവാണ് മക്കളെ. അറിവാണ് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്. അറിവാണ് മനുഷ്യനെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. ദുനിയാവിൽ മാത്രമല്ല, ഉഖ്റവിയായ ലോകത്തും ഖബർ ജീവിതത്തിലും മനുഷ്യന്റെ ദറജകൾ ഉയർത്തുന്നത് അവന്റെ അറിവാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സഹോദരൻ ഭ്രാന്തനായി പാട്ടുപാടി തനിക്ക് സംഭവിച്ച ഒരു അബദ്ധത്തിൽ മനോനില തെറ്റിയിട്ട് പാട്ടുപാടി ഈ പെണ്ണിനെ ചോദിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ പാട്ട് കേട്ട് അങ്ങാടിയിൽ നിൽക്കുന്നു. തിരിച്ച് ഈ സഹോദരിയും പാടിക്കൊടുത്തു. എടാ പൊട്ട, നീ പാട്ട് പാടിയിട്ട് കാര്യമില്ല. എനിക്കന്നൊരു അബദ്ധം പറ്റിയതല്ലേ. നീ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയം എന്റെ റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയിക്കൂടായിരുന്നു. എനിക്ക് പൊട്ടത്തരം പറ്റിയതല്ലേ, എനിക്ക് വിവരല്ലേറ്റല്ലേ എന്ന് തിരിച്ചു പാടിക്കൊടുത്തു എന്ന് ആ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. രക്ഷപ്പെടണോ? ഈമാനുണ്ടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ഉലിയാൻ. ഈമാൻ എന്ന് പറയുന്നത് ഒരു തുണിയില്ലാത്ത നഗ്നമായ ഒരു സാധനമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അതിന് തുണിയില്ല, അത് ഉലിയാനാണ്, അത് നഗ്നനാണ്. ലിബാസുഹു തഖ്വ. ആ ഈമാനിന്റെ വസ്ത്രം എന്ന് പറയുന്നത് തഖ്വയാണ്. കുട്ടികൾ എവിടെയും പോയിക്കോട്ടെ, ഏത് സ്ഥലത്തും പോയിക്കോട്ടെ, നിങ്ങൾ എഞ്ചിനീയറിംഗിനോ ഡിഗ്രിക്കോ MBBS-നോ BA-ക്കോ BCom-നോ നട്ടപ്പാതിർക്കോ നട്ടുച്ചക്കോ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, ഇവിടെ പോണേന് കുഴപ്പമില്ല, ആരും അതിന് തടസ്സമില്ല. ഇനി ആരും പറയും വേണ്ട ഭൗതിക വിദ്യാഭ്യാസത്തിന് ഞങ്ങളൊക്കെ എതിരാണെന്ന് ആരും അങ്ങനെ പറയുകയും വേണ്ട. ഒന്നേ പറയാനുള്ളൂ, ആ കുട്ടി പോകുന്ന സമയത്ത് കുട്ടിക്കൊരു ക്വാളിറ്റി ഉണ്ടാവണം. ആ ക്വാളിറ്റി കുട്ടിയുടെ വേഷമല്ല, ആ ക്വാളിറ്റി കുട്ടിയുടെ ഭംഗിയല്ല, ആ ക്വാളിറ്റി കുട്ടിയുടെ ഭൗതിക വിദ്യാഭ്യാസമല്ല. ആ ക്വാളിറ്റി കുട്ടിക്ക് ലഭിച്ച ഭൗതിക ക്യാമ്പസിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് തഖ്വണ്ടോ, കുട്ടി മുഅ്മിനാണ്, അല്ലാഹ് ഉണ്ടെന്ന് കുട്ടിക്ക് അറിയാം, അല്ലാഹുവിൽ വിശ്വസിച്ച പൊന്നുമോളാണ്. ആ വിശ്വാസം ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിനൊരു വസ്ത്രം ഇട്ട് കൊടുക്കണം. ആ വസ്ത്രം ഏതെന്ന് ചോദിച്ചാൽ അത് തഖ്വയാണ്. ആ തഖ്വ ഉള്ളത് കൊണ്ടാണ് ഈ സഹോദരന്റെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇനി അതൊന്നല്ല, നിങ്ങൾ ആലിമീങ്ങളുടെയും ആരിഫീങ്ങളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കി. ഇതൊന്നും നലിയും തുടങ്ങിയതൊന്നല്ല. ഈ അരാജകത്വവും അധർമ്മവും ഈ ലൈംഗിക പേക്കുത്തുകളും ഈ ലൈംഗിക അരാജകത്വവും പണ്ടുണ്ട്. അന്നൊക്കെ അവര് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അവരുടെ ആത്മീയമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി കൊണ്ടുകൊണ്ട് മാത്രമാണ്. മഹാനായ യാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു സഹോദരനെ ഇങ്ങനെ കാണും. ഏത് സമയത്ത് നോക്കിയാലും സുഗന്ധദ്രവ്യമാണ്, സുഗന്ധവാസനയുള്ള ഒരു സഹോദരൻ. വസ്ത്രത്തിലാവട്ടെ ശരീരത്തിലാവട്ടെ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴേക്കും സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശും, നല്ല സുഗന്ധവാസന. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധാരണ വന്നു. ഇയാളിങ്ങനെ അത്രയൊക്കെ പൂശിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇയാൾ അത്രയൊക്കെ പൂശി ഏത് സമയത്തും ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നല്ല വിലപിടിപ്പുള്ള അത്ര പൂശി ആളുകൾക്കിടയിൽ നല്ല സുഗന്ധവാസന പരത്തിയിട്ട് നടക്കുകയാണ്. ഏതായിരുന്നാലും ഈ കാര്യത്തെക്കുറിച്ചൊന്ന് അദ്ദേഹവുമായി സംഭാഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. ചോദിച്ചു, അല്ല നിങ്ങളിപ്പോ എന്താണ് ഇങ്ങനെ മുന്തി അത്രയൊക്കെ പരട്ടിയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുകയാണല്ലോ? ആ സമയത്ത് പറഞ്ഞു, സോറി, എന്നോട് ക്ഷമിക്കണം, ഈ അത്തറ് ഞാൻ ഈ വാസന എവിടെ നിന്നെങ്കിലും പണം വാങ്ങി എന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതല്ല, അത്തറ് വാങ്ങി പുരട്ടിയ വാസനയല്ല. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അമുസ്ലിം സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സഗൗരവം പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മള് വേറെ എന്ത് നിയമം കൊണ്ടുവന്നിട്ടും ഇവിടെ മന്ത്രി മാറിയിട്ടും ഭരണം മാറിയിട്ടും ഈ ലോകത്താകമാനം പൊളിച്ചാക്കിയിട്ടും ഇവിടെ മുഴുവൻ ഇനി വനിതാ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നാലും ഇവിടെ ഒരു ചുക്കും നടക്കാൻ പോണില്ല.
അതുകൊണ്ടൊന്നും മനുഷ്യൻ നന്നാവൂല. പോലീസ് സ്റ്റേഷൻ വന്നതുകൊണ്ടോ, പുതിയ ലൈറ്റ് സംവിധാനം സംഘടിപ്പിച്ചത് കൊണ്ടോ, നാട്ടിൽ മുഴുവനും ക്യാമറ പിടിപ്പിച്ചത് കൊണ്ടോ, ക്യാമ്പസുകൾക്കകത്ത് പുതിയൊരു രീതി കൊണ്ടുവന്നതുകൊണ്ടോ മാനുഷിക മൂല്യങ്ങൾ ഇവിടെ മാനുഷിക മൂല്യങ്ങളുള്ള ഒരു മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അവിടെ വേണ്ടത് ആത്മീയമായ ചിന്തയാണ്, ഇലാഹായ റബ്ബിലുള്ള ബോധമാണ്. നിങ്ങൾ കണ്ടോ, ഈ സഹോദരൻ തന്റെ അനുഭവം പങ്കുവെക്കുകയാ. ഞാനൊരു കച്ചവടക്കാരനാണ്. ഒരു ദിവസം എന്റെ കടയിലേക്കൊരു പാവപ്പെട്ട സഹോദരി, വന്യവയോധികയായ ഒരു സഹോദരി കടന്നു വന്നു. എന്റെ കച്ചവടത്തിൽ നിന്ന്, എന്റെ ചരക്കിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്ത് സഞ്ചിയിലിട്ടു. എന്നോട് പറഞ്ഞോടാ, എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കും, നീ എന്റെ കൂടെ വാ. സഞ്ചി നിറയെ കച്ചവട ചരക്കുകൾ എടുത്തു. എന്നിട്ട് ആ സഞ്ചി തൂക്കി പിടിച്ചിട്ട് കച്ചവടക്കാരനെയും കൂട്ടിയിട്ട് ആ സഹോദരി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടാ പറഞ്ഞത്, എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ എടുക്കും, എടുത്തിട്ട് നിനക്ക് തിരിച്ചത് ബാക്കിയുള്ള സാധനവും അതിന്റെ സംഖ്യയുമായി അതിന്റെ വിലയുമായി നിനക്ക് തിരിച്ചു പോരാം. നല്ല കാര്യമാണല്ലോ. ഏതായിരുന്നാലും കച്ചവടമല്ലേ, എനിക്ക് ലാഭമല്ലേ, ഞാൻ പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സഹോദരിയുടെ കൂടെ പോയി. ആ സഹോദരിയുടെ വീട്ടിലെത്തി. ഉദ്ദേശം മറ്റൊന്നായിരുന്നു. വീട്ടിൽ ചെന്നു നോക്കിയപ്പോൾ സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയെയാണ് കാണുന്നത്. അണിഞ്ഞൊരുങ്ങി തന്റെ എല്ലാ ശരീരത്തിന്റെ കെട്ടും മട്ടും വണ്ണവും വലുപ്പവും എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി കാത്തിരിക്കുകയാണ്. ആ പെണ്ണിന്റെ മുമ്പിലാണ് ഈ സഹോദരനെ കൊണ്ടുപോയി തള്ളിയത്. ഇതാ നിന്നെ കാത്തിരിക്കുന്ന ഒരു സഹോദരിയാണ്, നീയും ഇവളും തമ്മിൽ ഇനി ബന്ധപ്പെട്ടു കൊള്ളണം, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളണം, ഞാൻ നിന്നെ കൊണ്ടുവന്നത് ഇതിന് വേണ്ടിയാണ്. പക്ഷേ ഈ സഹോദരൻ അവിടെ വെച്ചുകൊണ്ട് അത്ഭുതകരമായി ചിന്തിക്കുകയാണ്, എന്തു സംഭവിക്കും. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ ആത്മീയമായ ക്വാളിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ട് അൽ ഈമാനു ഒലിയാനു ലിബാസുഹു തഖ്വ, അതിന്റെ ഈമാൻ എന്ന് പറയുന്ന ഈ അമൂല്യമായ നിധിയുടെ വസ്ത്രമാണ് തഖ്വ. തഖ്വയാകുന്ന വസ്ത്രമിട്ടുകൊണ്ട് ഈമാനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കുണ്ട്. ഈ ചെറുപ്പക്കാരൻ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നടക്കേണ്ടിയൊക്കെ നടക്കും. എന്നിട്ട് പുറത്തെന്ന് പറയും, ഇന്നോൾ അങ്ങനെ ആക്കിയതും പറയും, ഇന്നെ അങ്ങനെ ആക്കിയതും പറയും. എന്നിട്ട് ഓൽക്കെതിരെ കേസും കൊടുക്കും. ഇപ്പൊ നടക്കണമൊക്കെ അതാണല്ലോ. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാ, എന്നിട്ട് പുറത്തിറങ്ങുക. നിലയില്ലാതെ വന്നു, പ്രതീക്ഷിച്ച മാതിരി ഒന്നും ആയില്ല, എന്നിട്ട് ആകെ മാനക്കടായി, പിടുത്തം വിട്ടു, പരസ്യമായി എന്ന് പറയുമ്പോ വേഗം തിരിച്ചു പോയിട്ട് മറ്റൊരുക്കെതിരെ കേസ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പിന്നിൽ കുറച്ച് ആൾക്കാരെ നടക്കാനും, അതിന് പിന്നിൽ ഒരുപാട് ആളുകൾ അതിന്റെ കോലം കെട്ടിയിട്ട് അതിന്റെ പിന്നിൽ ഒച്ചപ്പാടും ബഹളവും വെച്ചുകൊണ്ട് ചർച്ചയും ഉപചർച്ചയുമായി നടക്കുന്ന കാലഘട്ടം. കേട്ടോളിങ്ങള്, ആൺകുട്ടികളെ കണ്ടു പഠിച്ചോളി. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച നമ്മുടെ പൂർവ്വസുരികളായ മഹത്തുക്കളെ കണ്ടു പഠിച്ചോളി. ആ ചെറുപ്പക്കാരൻ ഒരു നിലക്കും രക്ഷപ്പെടൂല എന്ന് കണ്ടു. ഈ പെണ്ണാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി ശരീരത്തിന്റെ മേനി കുലുക്കിയിട്ട് പല വിധത്തിലും ഈ പുരുഷനെ ഒന്ന് തന്നിലേക്ക് ആകർഷണീയമാക്കാൻ വേണ്ടി പഠിച്ച പണി 18 മാറ്റി. ഇപ്പം കണ്ണുപൂട്ടിയിരിക്കുന്നു, ഇവനൊരു മൈൻഡില്ല, ഇവനൊരു മൂഡില്ല, ഇവൻ പല കളി കളിച്ചു നോക്കി. ഈ പെണ്ണൊരു ഒരു നിലക്കും ഇവനെ വിടില്ല. അവസാനം ഈ ചെറുപ്പക്കാരൻ ആ സഹോദരിയോട് പറഞ്ഞു, പെണ്ണെ, ഞാൻ ഇപ്പോൾ വരാം, എനിക്കൊരു മലമൂത്ര വിസർജനം നടത്തേണ്ടതുണ്ട്, എന്റെ ആ മലമൂത്ര വിസർജനം നടത്തി ഒന്ന് റാഹത്തായിട്ട് ഞാൻ തിരിച്ചു തരാം. ആ സമ്മതം കിട്ടി. ബാത്റൂമിന്റെ അകത്ത് കയറി നന്നായിട്ട് മലമൂത്ര വിസർജനം നടത്തി. മലമെടുത്ത് ശരീരത്തിലാകെ പുരട്ടി. ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ ചക്ക വേരുമ്പലും കായ്ക്കും. ഇവിടെ ഒരു ക്യാമ്പസിലും പീഡനം നടക്കൂല, ഇവിടെ ഒരു നാട്ടിലും ഒരു കുട്ടിയും പീഡിപ്പിക്കപ്പെടൂല. നട്ടപ്പാതിക്ക് വേണമെങ്കിൽ പൊയ്ക്കോളിങ്ങള്, നട്ടുച്ചക്ക് വേണമെങ്കിൽ പൊയ്ക്കോളി. ഈ പോണ സാധനം ക്വാളിറ്റി ഉള്ളതാവണം, ഇത് ക്വാളിറ്റി ഉള്ള മുതലാവണം. ഇവിടുത്തെ പ്രശ്നപ്പതാണ്. എന്നിട്ട് ഒരു കൂട്ടര് അന്തം വിട്ട് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോകും, വേറൊരു കൂട്ടര് വേറെന്തെങ്കിലും പോവുക. കാര്യമായ ചർച്ചയാണ് നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്. എന്തുകൊണ്ട് നടക്കുന്നു? ചിലപ്പോൾ അത് പറയുന്നത് ഇഷ്ടമില്ലാത്തവര് പലരും ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് അനിഷ്ടകരമായ വിഷയം ഉണ്ടെങ്കിലും കാര്യത്തിന്റെ ഗൗരവമാണ്, അതിന്റെ കാമ്പാണ് ഈ പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അല്ല, ആത്മീയമായ ഒരു ബോധമുണ്ട്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയത് ഒരു പെണ്ണിന്റെ കരാള വലയത്തിൽ നിന്ന് ആസൂത്രിതമായി ഒരു പെണ്ണിന്റെ ചതി വലയത്തിൽ അകപ്പെട്ട ഒരു പുരുഷൻ മനോഹരമായി രക്ഷപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരൻ ചെയ്ത പണി, അകത്ത് കയറി മലമൂത്ര വിസർജനം നടത്തി. അത് നന്നായിട്ട് കെട്ട് കഴിച്ചിട്ട് തല മുതൽക്ക് കാല് വരെ ശരീരത്തിലും വസ്ത്രത്തിലും പുരട്ടിക്കെട്ട് കയറിയെന്ന്. ലക്ഷ്യം മലമൂത്ര വിസർജനല്ല,
അതിനേക്കാൾ വലിയ ഒരു ചളിയിൽ നിന്ന് രക്ഷപ്പെടലാണ്. ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ഈ പണി ചെയ്തിട്ടില്ലെങ്കിൽ, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഈ പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ ഈ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ല. ഞാൻ ഇവിടെ ആകപ്പെട്ടു, അതുകൊണ്ട് ഇത് ചെയ്തെങ്കിലും എനിക്ക് ഈ വ്യഭിചാരമാകുന്ന ഹറാമിൽ നിന്ന്, ഈ വൃത്തികേടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ആ നിലക്ക് ആ സഹോദരൻ ആ കൃത്യം ചെയ്തു, തിരിച്ചു വന്നു. ഒറ്റ നോട്ടേ ആ പമ്പർന്നോട് നോക്കിയുള്ളൂ. അതുവരെ കളിച്ച ഡാൻസ് ഒക്കെ നിർത്തി, എല്ലാ കളി നിർത്തി. ഒറ്റ നോട്ടേ ഓന്റെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. ഓന്റെ പഹയ മണത്തിട്ട് നിന്നൂടാ പോടാ എന്ന് പറഞ്ഞിട്ട് അടച്ചു പൂട്ടിയ വാതിൽ തുറന്നങ്ങോട്ട് വിട്ടുകൊടുത്ത്, അന്റെ മുമ്പിലാണോ ഞാനിതുവരെ കളിച്ചത്, പോ പുറത്ത്, ആട്ടിവിട്ടു. സന്തോഷത്തോടെ, വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തോടെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓടി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. തൊട്ടടുത്ത തടാകത്തിൽ ചെന്നുകൊണ്ട് ഒന്ന് കുളിച്ചു വൃത്തിയായി തന്റെ ഡ്രസ്സൊക്കെ മാറ്റി. അന്ന് മുതലാണ് എന്റെ ശരീരത്തിൽ ഈ സുഗന്ധ വാസന തുടങ്ങിയത്. ആ വാസന ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. ആൺകുട്ടികളുണ്ടോ നാട്ടില്? പെൺകുട്ടികളുണ്ടോ? ഇത് നിങ്ങൾക്ക് കെമിസ്ട്രിന്ന് കിട്ടൂല, ഇത് ബയോളജിന്ന് കിട്ടൂല, ഇത് നിങ്ങൾക്ക് ഭൗതിക ക്യാമ്പസിനകത്ത് കിട്ടൂല. ഞാൻ വെല്ലുവിളിക്കുന്നത് ഇന്ന് നാട്ടിൽ നടക്കുന്ന രാജ്യത്തുള്ള ഉന്നത യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ തന്നെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള എല്ലാ വിദ്യാഭ്യാസ കരിക്കുലവും എടുത്ത് പരിശോധിച്ച് നോക്കി മനുഷ്യന് നന്നാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ. ഞാൻ വെറുതെ പറയല്ല. വെല്ലുവിളിക്കിന് തുറന്ന സമ്പാദനത്തിനുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും വന്നോളി. മനുഷ്യന് വിദ്യാഭ്യാസം, അവന് തൊഴിലധിഷ്ഠിത ബോധം നൽകാൻ, തൊഴിൽ നൽകാൻ ആവശ്യമായ പല വിധത്തിലുള്ള വിദ്യാഭ്യാസവുമുണ്ട്. അതേ സമയത്ത് മനുഷ്യന് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുക, മനുഷ്യന് ധാർമ്മികമായ ബോധം നൽകുക, മനുഷ്യന് ധാർമ്മികമായ മൂല്യങ്ങൾ നൽകുന്ന ഏത് വിദ്യാഭ്യാസമാണ് ഇന്ന് നിലവിലുള്ളത്? അതുകൊണ്ടല്ലേ നാട്ടിൽ ഇന്ന് അപകടകരമായ അവസ്ഥ കടന്നു വന്നത്. കണ്ടില്ലങ്ങള്, നമ്മുടെ റോഡ് സൈഡിലൊക്കെ മനോഹരമായ കാഴ്ച വസ്തുക്കൾ വിൽപ്പനക്ക് വെക്കുന്നുണ്ട്, കാഴ്ച വസ്തു വിൽപ്പനക്ക് വെക്കുന്നുണ്ട്. പല നിലക്കുള്ള ഫ്ലവറുകൾ പല ആളുകളുടെയും കരവിരുതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൈത്തൊഴിലിലൂടെ അവരുടെ ആശയങ്ങൾ കൊത്തുകൊണ്ട് മനോഹരമാക്കി വെച്ച വിവിധ രൂപത്തിലുള്ള ഫ്ലവർ ഷോകൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാൻ. എത്ര? 1000 രൂപ, അതിനെത്ര? 1500 രൂപ. പല ഫ്ലവറുകളും കാഴ്ച വസ്തുക്കളും അലങ്കാര വസ്തുക്കളും നമ്മൾ കാശ് കൊടുത്തിട്ട് 1000-ഉം 2000-ഉം 2500-ഉം വാങ്ങിക്കൊടുത്ത് അത് കൊണ്ടുവന്ന് വീട്ടിൽ പൊടിയാവാത്ത, മണ്ണാവാത്ത, ചളി പുരളാത്ത ഷോക്കേസിൽ കൊണ്ടുപോയി ഷോക്ക് വെക്കുകയാ. ലൈറ്റ് ഇട്ടുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അതിന്റെ മനോഹരമായ രംഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങി ഫ്ലവറും അലങ്കാര വസ്തുക്കളും വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ സൂക്ഷിക്കുന്നു. എന്നാൽ ഓർക്കണം, നിങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു അബദ്ധത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ രാജ്യത്ത് നമ്മുടെ മക്കൾ ചെയ്യുന്ന ഒരു വലിയ അബദ്ധത്തെ കുറിച്ച് ഓർത്തു നോക്കൂ. അതിനേക്കാളേറെ പളുങ്കു പാത്രത്തിൽ സൂക്ഷിക്കേണ്ട, തന്നെ താനാക്കിയ, തന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ, തനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച അലമാറയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം, പൊടി പുരളാതെ, അവർക്ക് ശരീരത്തിൽ യാതൊരു പ്രയാസവും നിൽക്കാതെ തൊട്ടു തലോടി രാവിലും പകലിലും ഊണിലും ഉറക്കത്തിലും സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ ആ പൊരന്റെ ഉള്ളിൽ നിർത്ത് പുറത്ത് കിട. നിങ്ങൾ വായിച്ചോ? അടുത്ത കാലത്ത് ഉത്സവം കഴിഞ്ഞു പോയിട്ട്, ഉത്സവമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പുരയിലെത്തിയിട്ട് കുറച്ച് ആൾക്കാർ ബാക്കി, പുതിയാണ്ടി റേഡിയം കഴിച്ച മാതിരി നമുക്ക് പറയാം, കുറച്ച് സാധനം പുറത്ത്. ക്ഷേത്രമുറ്റത്ത് ഉത്സവമൊക്കെ കഴിഞ്ഞു, എല്ലാരും വീട്ടിലെത്തി. കുറച്ച് പ്രായം ചെന്ന അമ്മമാർ, പ്രായം ചെന്ന അച്ഛന്മാർ ക്ഷേത്രത്തിന്റെ മുറ്റത്ത്, അമ്പലനടയിൽ കണ്ടില്ലേ? കോഴിക്കോട്ടടക്കം കണ്ടില്ലേ? കേരളത്തിന്റെ പല രംഗത്തും നമ്മൾ കണ്ടല്ലോ. എന്തേ പറ്റിയത്? ഓല അവിടെ ഇട്ടേച്ച് പോയതാണ്. അവരെ സ്വന്തം മക്കൾ വീട്ടിൽ നിന്ന് ഉത്സവത്തിനെന്ന പേര് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അമ്പലനടയിലും ക്ഷേത്രമുറ്റത്തും അവരെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണ്ട, നിങ്ങൾ പോയിക്കോളി എന്നിട്ട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ആ പാവപ്പെട്ട മാതാവ് പൊട്ടിക്കൊണ്ട് പറയാണ്, ഞാൻ എന്റെ മോന്റെ കൂടെ വന്നതാണ്, വണ്ടി കയറി വന്നതാണ്, എന്റെ മോളാണ് എന്നെ ഇവിടെ കൊണ്ടായാക്കിയത്, ഓലിനെ കൂട്ടാതെ പോയതാണ്. അഡ്രസ്സൊക്കെ വെച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ തെരഞ്ഞൊന്നും വരുന്നില്ല, നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടായിക്കോളി, ഞങ്ങൾ ആ സാധനം ആ ഭാരം പുരന്ന് പുറത്താക്കിയതാണ്. നല്ല വിവരല്ലേ?
ആരാ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എത്രമേൽ നമ്മൾ സങ്കടകരമായ അവസ്ഥയിൽപ്പെട്ടു. ചാവക്കാട്ട് വൃദ്ധസദനത്തിൽ സന്ദർശകരായി കടന്നു വന്ന പത്രപ്രവർത്തകൻ ഇസ്മായിൽ തന്റെ അനുഭവം പങ്കുവച്ചു. ഈയിടെ പത്രകോളങ്ങളിൽ അദ്ദേഹം പറയാൻ, ഞാൻ എല്ലാ മാസവും ഓരോ വൃദ്ധസദനത്തിലും ഒരു പര്യടനം നടത്തും. അവിടെ കിടക്കുന്ന ആ വൃദ്ധസദനത്തിൽ അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കളുമായി ഞാൻ സംസാരിക്കും, അവരോടൊന്ന് തൊട്ടുതലോടും. ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ ഒരു റൂമിലുണ്ട് ഒരു സഹോദരി. ആ സഹോദരി ചാവക്കാട്ടെ ഹൈസ്കൂളിലെ അധ്യാപികയാണ്. അവിടുത്തെ പ്രധാന അധ്യാപികയായി സേവനം ചെയ്ത് അവിടുന്ന് റിട്ടയർഡായി ഇപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ ഈ വൃദ്ധസദനത്തിലെത്തിയതാണ്. ആ സഹോദരി ഈ ഇസ്മായിലിന്റെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശേഷം ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി കേരളത്തിന്റെ മുന്നിൽ, ഇംഗ്ലണ്ടിലല്ല, ബ്രിട്ടനിലല്ല, യൂറോപ്പിലല്ല, പാശ്ചാത്യ ലോകത്തല്ല, മലബാറിന്റെ മണ്ണിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടി പറയാണ്, ആ പാവപ്പെട്ട സഹോദരി പറയാണ്, ഇസ്മായിൽ, എനിക്ക് വേണ്ടത് സ്നേഹമാണ്. എനിക്ക് രണ്ട് മക്കളുണ്ട്. എന്റെ മൂത്ത മകന് 16 വയസ്സ് പ്രായമെത്തിയപ്പോൾ എന്റെ ഭർത്താവ് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയതാണ്. പിന്നെ 2 മക്കളെ പഠിപ്പിച്ചതും അവരെ വളർത്തിയതും അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തതും ഞാനാണ്. ഞാൻ ഹൈസ്കൂളിലെ അധ്യാപികയാണ്, പ്രധാന അധ്യാപികയായിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്. എന്റെ ഭർത്താവ് നേരത്തെ വിട പറഞ്ഞു പോയി. ആ മക്കളെ പോറ്റി വളർത്തി വലുതാക്കി പഠിപ്പിച്ചു ഉന്നത പോസ്റ്റിൽ എത്തിച്ചത് ഞാനാണ്. എനിക്കിപ്പോൾ എന്റെ മകൻ, അവൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, ഗൾഫ് രാജ്യത്താണ്. അവന്റെ ഭാര്യയോടൊപ്പം വിവാഹം കഴിഞ്ഞ് അവളെയും കുട്ടി അവൻ വിദേശത്ത് പോയി അവരവിടെ സുഖമായി ജീവിക്കുന്നു. എനിക്കൊരു മകളുണ്ട്. ആ മകൾ നല്ല ഉന്നതമായ കോഴ്സ് നേടി പാസ്സായി ഇപ്പോൾ തന്റെ ഭർത്താവിനോട് കൂടെ, ബിസിനസ്സുകാരനായ തന്റെ ഭർത്താവിനോട് കൂടെ മദ്രാസിൽ സുഖമായി ജീവിക്കുന്നു. ഞാനും എന്റെ വീടും ഒറ്റപ്പെട്ടു. ഞാൻ ഒറ്റക്കായി വീട്ടിൽ. മോന്റെ പാട്ടിന് പോയി, മോളെ പാട്ടിനും പോയി. എന്നെ നോക്കാൻ ആളില്ല. ഒരു ദിവസം ഈ വൃദ്ധസദനത്തിലെ ആംബുലൻസ് വന്നു എന്റെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തി. അതിൽ നിന്ന് നേഴ്സുമാർ ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചു, നിങ്ങൾ ഇതിൽ കയറണം, ഈ വാഹനത്തിലേക്ക് കയറണം, ഞങ്ങൾക്ക് ഓർഡറുണ്ട്. ഗൾഫിൽ നിന്ന് മോൻ വിളിച്ചു പറഞ്ഞിക്കിന് സ്വന്തം മാതാവിനെ കൊണ്ടുപോകണമെന്ന്. അവിടെ നിന്ന് പിടിച്ചിറക്കി എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ വർഷങ്ങളായി ഇവിടെയാണ് താമസിക്കുന്നത്. എന്റെ മകനെവിടെ, എന്റെ മകളെവിടെ? എന്നെ തൊട്ടു തലോടാൻ സമ്പത്ത് എനിക്ക് വേണ്ട, എനിക്ക് മറ്റു സൗകര്യമൊന്നും വേണ്ട. ഈ ഭൂമുഖത്ത് എനിക്ക് കിട്ടേണ്ടത് അല്പം സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചത് മുതൽ കണ്ണിലെ കൃഷ്ണപ്പണി പോലെ എന്റെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഞാൻ കട്ടപ്പെട്ട് പോറ്റി വളർത്തി, അവരെ പഠിപ്പിച്ചു, ഉന്നത സ്ഥാനത്തെത്തിച്ചു, അവർക്കൊക്കെ വിവാഹം ചെയ്തു കൊടുത്തു, അതിന് ഞാൻ നേതൃത്വം കൊടുത്തു. അവരൊക്കെ ആളായി മാറിയപ്പോൾ എന്നെ ഒരു ഭാഗത്തേക്ക് തള്ളിയിട്ട് ഈ വൃദ്ധസദനത്തിന്റെ അകത്ത് കൊണ്ടുപോയി എന്നെ തള്ളിയിരിക്കുന്നു. ഇത് കേരളത്തിലെ ഒരുമ്മയുടെ മാത്രം കഥയല്ല, ഒരുമ്മയുടെ മാത്രം കഥയല്ല, ഒരച്ഛന്റെയോ ഒരു ഉപ്പയുടെയോ മാത്രം കഥയല്ല. 10,000-കണക്കിന് ഉപ്പമാർ. ആരാ ചെയ്യുന്നത്? ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IAS-കാർ, ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ പോലും മാതാപിതാക്കളെ തെരുവിൽ തള്ളിയ വാർത്ത വായിക്കേണ്ട ഗതികേട് ഈ മലയാളക്കരക്കുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകന്മാർ പോലും. എന്തേ സംഭവിച്ചത്? വിവരല്ലേറ്റല്ല, ഓലൊക്കെ നല്ല ഡിഗ്രി ഉള്ളവരാണ്, ഓലക്കൊക്കെ നല്ല കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് അക്ഷരം ചേർത്ത് വെച്ച് വായിക്കപ്പെടുന്നവരാണവർ. അതിന്റെ കുറവല്ല അവർക്കുണ്ടായിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ? ആദരിക്കേണ്ടതിനെ, ബഹുമാനിക്കേണ്ടതിനെ, മാന്യത കാണിക്കേണ്ടതിനെ ആ നിലക്കുള്ള ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആ മര്യാദ പറഞ്ഞു കൊടുക്കുന്നത്, ആ ജീവിത രീതി പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതിയുമാണ്. അത് കിട്ടണം മക്കൾക്ക്, അത് കൊടുക്കണം മക്കൾക്ക്. അതിന് മദ്രസ വളർന്നു പന്തലിക്കണം. കെട്ടിടം മനോഹരമായത് കൊണ്ടായില്ല, ലൈറ്റ് കത്തിച്ച് പ്രകാശപൂരിതമാക്കിയത് കൊണ്ടായില്ല. ഈ വെളിച്ചം മദ്രസക്കകത്ത് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ അടിവരയിട്ട് ആണയിട്ട് 10,000 തവണ ശക്തിയോടുകൂടി പറയുന്നു, മദ്രസയിൽ ലൈറ്റ് കെടുത്തി കളയുക. മദ്രസക്കകത്ത് ലൈറ്റ് വേണ്ട, മദ്രസക്ക് പുറത്ത് വെളിച്ചം വേണ്ട. ഈ വെളിച്ചത്തെക്കാളുപരി ആ മദ്രസക്കകത്ത് കത്തിച്ചൊലിക്കേണ്ട ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം സൂറത്തുൽ യാസീനിന്റെ, സൂറത്തുൽ ഫാത്തിഹയുടെ, സൂറത്തുൽ അലയുടെ, സൂറത്തുൽ നാസിന്റെ, സൂറത്തുൽ കൗസറിന്റെ, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥഗർഭമായ വചനങ്ങളുടെ ആശയങ്ങളും അതിന്റെ ചരിത്രബോധവും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ വളരട്ടെ ഡോക്ടർമാർ, ആ പരിസരത്ത് നിന്ന് വളരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഹദീസുകളുണ്ട്. അവിടുത്തെ ജീവിത
ജീവിതമുണ്ട്. കുടുംബരംഗത്ത്, സാഹിത്യരംഗത്ത്, സാമൂഹിക രംഗത്ത്, പൊതുരംഗത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ രംഗത്ത് ഒരു കുട്ടി എങ്ങനെ വളരണം, എങ്ങനെ ജീവിക്കണം, ഏതൊക്കെ രീതി പുലർത്തണം, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അർത്ഥശങ്കക്കടയില്ലാത്ത വിധം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിൽക്കണം നമ്മൾ. അവിടുന്ന് ഒരു ഡോക്ടർ ഉണ്ടാവട്ടെ, അവിടുന്ന് ഒരു എഞ്ചിനീയർ വളരട്ടെ, അവിടെ നിന്നൊരു ഉദ്യോഗസ്ഥ വളർന്നു വരട്ടെ, അവിടെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളർന്നു വരട്ടെ. അവിടെയാണ് നാടിന്റെ നന്മ, അവിടെയാണ് നാടിന്റെ പുരോഗതി, അവിടെയാണ് പ്രിയപ്പെട്ടവരെ ശാന്തിയും സമാധാനവും, അവിടെയാണ് പ്രിയപ്പെട്ടവരെ അസ്വസ്ഥത എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യഥാർത്ഥ ബോധം, യഥാർത്ഥപരമായ അറിവ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതിന് അവസരം ഉണ്ടാക്കണം. അവിടെ നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തും സമർപ്പിക്കാൻ തയ്യാറാവണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാ വേണ്ടത്, അതവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പിശാചിന്റെ വലയത്തെ കുറിച്ച് പോലും എന്താണ് ശൈത്വാൻ, അവന്റെ ചതി വലയങ്ങൾ എന്തൊക്കെയാണ്, അവൻ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ വഴിപടപ്പിക്കും എന്ന വിഷയത്തിൽ പോലും ബോധമുള്ള, ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന, ആ ബോധമുള്ള എത്ര ആൺമക്കളും പെൺമക്കളും നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും വലിയൊരു അറിവാതാണല്ലോ, മനുഷ്യന്റെ ജന്മനാ ശത്രുവാണ്. അന്ന് മുതൽക്ക് ഇബ്ലീസ് വാദപ്രതിവാദം നടത്തിയിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ അവൻ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്ന് പരിശുദ്ധ ഖുർആൻ. ഇബ്ലീസാ പറഞ്ഞത്, ഞാനേ ഓല മുമ്പിലുണ്ടാവും, ഓല പിന്നിലുണ്ടാവും, ഓല ഇടത്ത് ഭാഗത്തുണ്ടാവും, ഓല വലത്ത് ഭാഗത്തുണ്ടാവും. ഞാൻ ഓല വിടൂല, മനുഷ്യനെ ഞാൻ വിടൂല, മനുഷ്യനെ നന്നാകാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അവന്റെ മുന്നിലും അവന്റെ പിന്നിലും അവന്റെ ഇടത്തും അവന്റെ വലത്തും. പടച്ച റബ്ബേ, നിനക്ക് നന്ദി ചെയ്ത് ജീവിക്കാൻ ഒരൊറ്റ മനുഷ്യനെയും ഇരുകാലിയെയും ഈ ഭൂമുഖത്ത് ഞാൻ സമ്മതിക്കില്ല എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പണ്ട് പടച്ച റബ്ബിനോട് താക്കീത് പറഞ്ഞിട്ടുണ്ട്. ആർക്കതിനെ കുറിച്ച് അറിയാം? ആരാപ്പതിനെ കുറിച്ച് പഠിച്ചത്? നമ്മളിങ്ങനെ നിന്നുകൊടുക്കാണ്, നമ്മൾ അതിന്റെ കൂടെ നിന്ന് കൊടുക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തിരിച്ചറിവ്, ആ ബോധമാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. തീർച്ച, സംശയലേശമന്യേ അവൻ നിങ്ങളുടെ ശത്രു തന്നെ. ഇന്ന ശൈത്വാന ലക്കും അദുവ്വ്, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അവനെ നിങ്ങൾ സൂക്ഷിക്കണം, അവനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം, മിത്രമായി കാണരുത്. നിങ്ങളുടെ ഇബാദത്ത് തകർക്കാൻ, നിങ്ങളുടെ നന്മ തകർക്കാൻ, നിങ്ങളുടെ ദിക്ർ കൊളാക്കാൻ, നിങ്ങളുടെ പഠനം നശിപ്പിക്കാൻ നിങ്ങൾ ഖുർആൻ പഠിക്കുന്നതും ഹദീസ് പഠിക്കുന്നതും മസ്അല പഠിക്കുന്നതും ദീൻ പഠിക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും നിങ്ങൾ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ, അതിനെ ഇടക്ക് വെച്ചോ തുടക്കത്തിലോ അവസാന നിമിഷത്തിലോ അതിനെ തെറ്റിദ്ധരിപ്പിച്ച്, അതിനെ തട്ടിത്തിരുത്തി, അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ ആ പിശാച് നിങ്ങളോടൊപ്പമുണ്ട്. അവനെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ആറാഫിലെ ആ സംഭവം വളരെ വ്യക്തമായി നമ്മളെ വിശദീകരിച്ചു. പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആരാണ് ആറാഫ് ഓതുന്നത്? ആർക്കാണ് ആ ബോധമുള്ളത്? ആരാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്നാൽ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമുക്കെവിടെയും പോകാം, നമുക്ക് ഏതു സാഹചര്യത്തിലും ജീവിക്കാം. മുഅ്മിനീങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാട് കത്തിയാലും മല പൊട്ടിയാലും ആകാശത്ത് നിന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചാലും മഴ ലഭിക്കാതെ, വെള്ളമില്ലാതെ പട്ടിണി കിടന്ന് ഈ ഭൂമുഖത്ത് എന്തു നാശം സംഭവിച്ചാലും വിശ്വാസികൾ പേടിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കണ്ട. മുഅ്മിനീങ്ങൾക്ക് എന്തിന് ഭയം? മുഅ്മിനീങ്ങൾ എന്തിന് പേടിക്കണം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹത്തുക്കളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ വിശ്വാസമാകുന്ന കഴിവുകൊണ്ട് ജാലവിദ്യ കാണിക്കാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, അവർ കൺകെട്ട് കാണിക്കാതെ, യാതൊരു വിധത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ ഈ ഭൂമുഖത്ത്, ഈ മലയാളക്കരയിൽ അത്ഭുതങ്ങൾ പലതും അള്ളാഹുവിന്റെ ആലിമീങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ രോഗത്തിനും അവര് ചികിത്സ കണ്ടെത്തിയിട്ടുണ്ട്. അവർ പല അത്ഭുതങ്ങളും ഈ ഭൂമുഖത്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങ് വെളിയങ്കോട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉമർ ഖാലി മഹാനവറുകളുടെ ചരിത്രരേഖ പരിശോധിക്കുമ്പോൾ കാണാം, പള്ളിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു സംഘം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഖാലിയാരെ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയവർ, അവർക്ക് അവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളെ കാണാനില്ല, അയാൾക്ക് എന്തോ അപകടം
സംഭവിച്ചിട്ടുണ്ട്, അയാളെ കാണാതെ വന്നിട്ടുണ്ട്, മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഖാദിയാർ പ്രാർത്ഥിക്കണം, എന്തെങ്കിലും ഒരു തീരുമാനം പറയണം. ആരുടെ മുമ്പിലാ? ഒരു ക്യാമ്പസിന്റെ പടി കാണാത്ത, ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് ആത്മീയ ജീവിതം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മഹാനായ ഉമർ ഖാദി തങ്ങൾ പല ധീരന്മാരെയും പോക്കരിമാരെയും വിറപ്പിച്ചുകൊണ്ട് കറാമത്ത് കൊണ്ട് ഈ ഭൂമുഖത്ത് അത്ഭുതം കാണിച്ചവർ ആരെ മുമ്പിലാ ചെന്ന് പറയുന്നത്? യാതൊരു സൗകര്യവും ഇല്ലാത്ത കാലഘട്ടം, ഇന്നത്തെ പോലെ അറിയാനോ ബന്ധപ്പെടാനോ ഒരു സൗകര്യവും ഇല്ലാത്ത കാലഘട്ടത്തിൽ വെളിയങ്കോട്ട് പള്ളിയിൽ ഇരിക്കുന്ന താടിവച്ച ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളോട് നാട്ടുകാർ, തന്റെ കുടുംബത്തിൽപ്പെട്ടവർ മക്കയിൽ വെച്ച് നഷ്ടപ്പെട്ട വിവരം അവിടെ വെച്ചുകൊണ്ട് പരാതി പറയുകയാണ്. ഖാദിയാർ ഉടനെ അംഗശുദ്ധി വരുത്തി 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, അയാൾ ഇന്ന ദിവസം നാട്ടിൽ തിരിച്ചെത്തും. അയാൾ വന്നതിന് ശേഷം വെളിയങ്കോട്ട് പള്ളി പൊളിച്ച് പുതുക്കി പണിയുകയും ചെയ്യും. ഉമർ ഖാദി തങ്ങളാ പറയുന്നത്. വെളിയങ്കോട്ട ഖാദിയാരാണ്. ഞമ്മക്കിപ്പം വിലയില്ല, ഞമ്മക്കിപ്പോ ഈ തുണിയും കുപ്പായൊക്കെ ഇസ്തിരിട്ട് നല്ല ടിപ് ടോപ്പിൽ നടക്കണോലെ നമ്മൾ മെയിൻ ചെയ്യുള്ളൂ. നമ്മളിപ്പോ അവിടെ നമ്മളെ മൈൻഡാകെ മാറിപ്പോയി. ആത്മീയ ലോകത്ത് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി എന്റെ പ്രിയപ്പെട്ടവരെ, പീഡിക തിണ്ണയിൽ കടന്ന് സാമ്പത്തികമായ ഒന്നുമില്ലാതെ മുഴുവനും സദഖ കൊടുത്ത് അള്ളാഹുവിന്റെ ആത്മീയ നായകന്മാരായി അള്ളാഹു ജീവിക്കുന്ന മഹാരാജന്മാരെ കുറിച്ച് നമ്മൾ ആരെങ്കിലോ? അവരല്ലേ ലോകത്ത് അത്ഭുതം കാണിച്ചത്? അവരല്ലേ ലോകത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്? നോക്കൂ നിങ്ങൾ, വെളിയങ്കോട്ട് ഖാദിയാര് സംശയലേശമെന്നെ പറയാണ്, അയാൾക്കൊന്നും സംഭവിച്ചില്ല, അയാൾ തിരിച്ചു വരും, തിരിച്ചു വന്നിട്ട് പള്ളി പുതുക്കി പണയും. ഖാദിയാര് പറഞ്ഞ ആ ദിവസത്തിന് വേണ്ടി നാട്ടുകാർ കാത്തിരുന്നു. അവർക്ക് ആടിക്കളിയൊന്നുമില്ല. അവർ നേർവഴിയിൽ സഞ്ചരിച്ചവരാണ്, നേരായ മാർഗത്തിലൂടെ ചികിത്സ തേടിയവരാണ്. ആലിമീങ്ങളുടെ നമ്മളോ ഇപ്പൊ വായിച്ചല്ലോ, നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസമായി നമ്മുടെ നാട്ടിലെ ഒരു വ്യാജ ചികിത്സ, ഒരു വ്യാജ സംഭവിച്ച ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച വാട്സപ്പിലും ഫേസ്ബുക്കിലും നടക്കുകയാണ്. ഒരു കൂട്ടർ മുതലാക്കാണ്. എന്താ കാരണം? വിവരമില്ലാതെ യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ പല വ്യാജ തരീഖത്തുകളിലേക്കും വ്യാജ ചികിത്സാ കേന്ദ്രത്തിലേക്കും പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്ന, അതിന് എവിടെയാണെങ്കിലും ഏത് വൃത്തികെട്ട മാർഗത്തിലാണെങ്കിലും, അത് സിഹറിലാണെങ്കിലും മറ്റേത് വഴിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കണം. അതിനുവേണ്ടി ഒരു കൂട്ടം ആളുകൾ പർദ്ദ ധരിച്ച് വസ്ത്ര ധരിച്ച് മുസ്ലിം വേഷധാരികളായ ആണുങ്ങളും പെണ്ണുങ്ങളും വ്യാജ ചികിത്സാ കേന്ദ്രത്തിലേക്ക് പടയോട്ടം നടത്തുകയാണ്. ഓർക്കണം നിങ്ങൾ, വെളിയങ്കോട്ട് ഉമർ ഖാദി ഒരു വർത്താനം പറഞ്ഞപ്പോ അവർക്ക് സംശയമില്ല, ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. ഖാദിയാര പറഞ്ഞ ദിവസം മക്കയിൽ നിന്ന് അവര് പരിശുദ്ധ ഹജ്ജും ഉംറയും കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. വീട്ടിലവർ വന്നു, കുടുംബക്കാരെ വിളിച്ചുകൂട്ടി. അവർ നേരെ വെളിയങ്കോട്ട് പള്ളിയിലേക്ക് വന്നു. പള്ളി കമ്മിറ്റിയിലെ ബന്ധപ്പെട്ട ആളുകളെയും ഉസ്താദുമാരെയും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഈ പള്ളി എനിക്ക് പുതുക്കി പണിയണം, ഇത് പൊളിക്കാൻ അനുമതി തരണം. ഞാൻ ഈ പള്ളി പൊളിച്ച് പുതുക്കി പണിയാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. എന്തേ കാര്യം എന്ന് ചോദിച്ചു. അങ്ങനെ നേർച്ചയാക്കാൻ എന്തേ സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചു. ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി വരുന്ന വഴിക്ക് ഞാൻ സഞ്ചരിച്ച ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് എന്റെ കാലിന് പരിക്കേറ്റു. എന്റെ കൂടെയുള്ളവരൊക്കെ പോയി, അവരെ ബന്ധപ്പെടാൻ ഒരു മാർഗമില്ല. ഞാനൊരു ഒട്ടകപ്പുറത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ ഒട്ടകപ്പുറത്ത് വീണ് എന്റെ കാലിന് പരിക്കേറ്റു. ഞാൻ തിരിച്ചു നാട്ടിലെത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ ആ അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരറബി എന്നെ എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ ചികിത്സയിൽ കഴിഞ്ഞു. എന്റെ രോഗം അല്പമൊക്കെ ഭേദമായി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ എന്റെ കൂടെയുള്ളവരെ കാണുന്നില്ല. ഞാൻ ഈ അറബിയുടെ വീട്ടിൽ രോഗബാധിതനായി കിടക്കുന്ന ഘട്ടത്തിൽ ഞാനൊരു നേർച്ച നടത്തിയിട്ടുണ്ട്. ആ നേർച്ച മറ്റൊന്നുമല്ല, രോഗം മാറി ആരോഗ്യവാനായി എന്റെ നാട്ടിൽ തിരിച്ചെത്തിയാൽ വെളിയങ്കോട്ട് പള്ളി പൊളിച്ച് പുതുക്കി കൊടുക്കാമെന്ന് ഞാൻ നേർച്ച വെച്ചിട്ടുണ്ട്. ആ നേർച്ച നടപ്പിലാക്കാൻ എന്നെ അനുവദിക്കണം. ഖാദിയാര് നേരത്തെ പറയാൻ കൺകെട്ടല്ല, ജാലവിദ്യയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഈ കേരളത്തിന്റെ മുന്നിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഴുവൻ ആലിമീങ്ങളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ഉലമാക്കളുടെ പാരമ്പര്യം അങ്ങനെയാണ്. വരക്കൽ മുല്ലക്കോയ തമ്മങ്ങൾ മുതൽ മഹാനായ കോട്ടുമല ഉസ്താദ് വരെ നീണ്ടു കിടക്കുന്ന പരിശുദ്ധ പണ്ഡിത പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. തട്ടിപ്പ് നടത്താതെ
ചതി നടത്താതെ, വഞ്ചന നടത്താതെ, പറഞ്ഞു പറ്റിക്കാതെ, ഇസ്ലാമിനകത്ത് യാതൊരു കളങ്കമോ വഞ്ചനയോ ചതിയോ നടത്താതെ പരിശുദ്ധരായി അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ പ്രബോധകരായി ആത്മീയ ലോകത്ത് ജീവിച്ചു പോയ നമ്മുടെ സുഹൃസൂരികളായ മഹത്തുക്കൾ, അള്ളാഹു അവരുടെ കൂടെ അവന്റെ സ്വർഗ്ഗലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘമായി പറയുന്നില്ല. അവസാനമായി എനിക്ക് പറയാനുള്ള ഒരു വർത്തമാനം, നമ്മളൊക്കെ സൗഭാഗ്യവാന്മാരാണ്. ഈ ഭൂമുഖത്ത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ തണലിൽ വളരാൻ, തണലിൽ ജീവിക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ഖാദിമികളായി വളരാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ആ ഭാഗ്യം പലർക്കും കിട്ടിയിട്ടില്ല. നേരത്തെ കിട്ടിയ പലരും അവർ പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു നിസ്സാര സംഭവമായി ആരും കാണരുത്, ഇതൊരു ചെറിയ സംഭവമായി ആരും കാണരുത്. ഞാൻ അങ്ങനെ പറയാൻ, ഇന്ന് ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്, ഒക്കെ കണക്കാണ്. എന്താ ഇപ്പൊ കുഴപ്പം? അതും ശരിയാണ്, ഇതും ശരിയാണ്, അതിനെന്താ കുഴപ്പം? ആ പള്ളിക്ക് എന്താ കുഴപ്പം? ഈ പള്ളിക്ക് എന്താ കുഴപ്പം? ഈ എല്ലാ പള്ളിയെയും, എല്ലാ മജ്‌ലിസിനെയും, എല്ലാ പ്രഭാഷണ വേദികളെയും, എല്ലാ ദീനിന്റെ ചടങ്ങുകളെയും ഒരുപോലെ കാണുന്നവരുണ്ട്. ഒക്കെ ഒന്നല്ല. ചിലതിന് ചിലത് പവർ കുറയും, ചിലയിടത്തൊക്കെ പല കുരുത്തക്കേടുകളും പൊരുത്തക്കേടുകളും ഉണ്ടാകും. ആ കുരുത്തക്കേടും പൊരുത്തക്കേടും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുരുത്തക്കേടോ പൊരുത്തക്കേടോ പറ്റാത്ത, അങ്ങനെ യാതൊരു വിധത്തിലുള്ള കളങ്കവും വശാത്ത ആ വഴിയിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത്, ആ മാർഗത്തിലാണ് നിലകൊള്ളേണ്ടത്. ആകാശത്തിന്റെ ചുവട്ടിൽ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന് ആരുടെ മുമ്പിലും എവിടെ വെച്ചും എപ്പോഴും നമുക്ക് വെട്ടിത്തുറന്ന് പറയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാനിത് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവും സൗകര്യം നോക്കിയിട്ടൊരു കളി. നിന്റെ പൊരന്റെ അടുത്തുള്ള മദ്രസ ഏതാണോ ആ മദ്രസയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക. എന്നിട്ട് അതിന്റെ കാരണം ചോദിക്കുമ്പോൾ, ഉസ്താദെ ചെറിയ കുട്ടിയല്ലേ, രാവിലെ തന്നെ പോകാൻ വിഷമല്ലേ, നിന്റെ പൊരന്റെ അടുത്തുള്ള മദ്രസ അതാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ചേർത്തിയതാണ്. സൗകര്യം നോക്കി പോകാൻ ഒക്കെ കണക്കാണ്. ആടഞ്ഞ് നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞാലും, അവിടെ വേറെ എന്ത് സംഭവം പറഞ്ഞാലും നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇവിടെയാണ് നമ്മൾ തിരുത്തൽ ശക്തികളായി മാറേണ്ടത്. അങ്ങനെ ഒരു മൈൻഡ് ഒക്കെ കണക്കാണ്. അതെന്താ കുഴപ്പം, ഇതെന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട് പുതിയ തലമുറയിൽ, ന്യൂ ജനറേഷനിൽ. അവർക്കൊക്കെ കണക്കാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കാര്യബോധം വന്നതിന് ശേഷം അവർ ഇതിനെക്കുറിച്ച് കൃത്യമായി അവർ കേട്ടതും പഠിച്ചതുമൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ ചരിത്ര വഴികളിലും പങ്കാളികളായവർ, അതിന്റെ ഓരോ ചരിത്ര വഴികളിലും കൃത്യമായി ബോധമുള്ളവർ, 40, 45, 50 വയസ്സ് പ്രായമെത്തിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാർ, അവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓൽക്കറിയാം ആരാണ്, ഈ വഴി എന്താണ്. സമസ്തയുടെ ഉലമാക്കൾ ശൈഖുന ശംസുൽ ഉലമയോടൊപ്പം, കണ്ണിയത്ത് ഉസ്താദിനോടൊപ്പം, അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോടൊപ്പം മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളെ കണ്ടും അവരോടടുത്തും അവരെ അറിഞ്ഞും അവരിൽ നിന്ന് പഠിച്ചും കടന്നു വന്നവരാണവർ. 40, ഇന്നത്തെ 20, 25 വയസ്സ് പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ കണക്കാണ്. എന്തുകൊണ്ട്? അവരങ്ങനെയാണ് അതിനെ കണ്ടത്. അവർ പെറ്റുവീണ് അങ്ങാടിയിൽ കാണുന്ന കാലഘട്ടം മുതൽ അവരെല്ലാ കൊടിയും കണ്ടിട്ടുണ്ട്. അവര് പറന്നു വീണപ്പോൾ തന്നെ അങ്ങാടിയിൽ കണ്ടത് 3 പള്ളി 4 പള്ളിയാണ്. ബാങ്ക് ഇങ്ങനെ കൊടുക്കും, എല്ലായിടത്തും കയറിയിട്ട് കാര്യമില്ല. കയറേണ്ട സ്ഥലം തീരുമാനിക്കണം, പിടിക്കേണ്ട കൊടി തീരുമാനിക്കണം. ഈ കുട്ടി മെമ്പറാവേണ്ട പാർട്ടി, ഏത് പാർട്ടിയിൽ മെമ്പറാവണം, എവിടെ തീരുമാനമെടുക്കണം. പാപ്പ തീരുമാനിക്കട്ടെ, ഉമ്മ വഴി തെളിച്ചു കൊടുക്കട്ടെ, കുടുംബം അതിന് നേതൃത്വം വഹിക്കട്ടെ. അല്ലാത്ത പക്ഷം നമ്മളെ കുടുംബത്തിലെ മക്കളൊക്കെ ചിന്തിച്ചു കയറിപ്പോയാൽ നമ്മുടെ ആക്കിബത്ത് മോശമാകാൻ അത് കാരണമായി തീരും. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. കണ്ടില്ലേ നിങ്ങൾ, മഹാനായ കോഴിക്കോട്ടെ ഒരു പൗരപ്രമുഖൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങേയറ്റത്തെ ബന്ധമുണ്ട്. ഓരോ ചലനങ്ങളിലും സമ്പത്ത് ആ രോഗമായി സമയത്ത് പരിപാടികളിൽ വണ്ടി വിളിച്ച് കസേലയിൽ ഇരുന്നിട്ട് സ്റ്റേജിൽ വന്നിരുന്നു. ആ സ്റ്റേജിൽ മൈക്കിന്റെ മുമ്പിൽ പറഞ്ഞു, എനിക്ക് നമ്മുടെ ആലിമ്യങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ക്കേണ്ട സമയമായിട്ട് പോലും ഞാൻ അങ്ങനെയാണ്. ആ മഹാൻ ലോകത്തോട് അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജനാസ വന്നു,
പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. നിസ്കാരത്തിന് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുമെന്ന് മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തു. 5 മിനിറ്റകം തങ്ങളെത്തുന്നതുവരെ തഹ്ലീൽ ചൊല്ലി ലാക്കിരിങ്ങളായി കാത്തിരിക്കുക എന്ന് പറയേണ്ട താമസം മൈക്ക് പിടിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ പ്രഖ്യാപനത്തെ കാറ്റിൽ പുറത്തുന്ന വിധം നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ആ പ്രിയപ്പെട്ട ആ നേതാവിന്റെ ആ പൗരപ്രമുഖന്റെ മൂത്തമകൻ. എന്തേ കുഴപ്പം? ഓന് തങ്ങളെ പറ്റൂല, ഓൻ തങ്ങന്മാരെ ആദരിക്കുന്ന ആളല്ല, ഓൻ തങ്ങളെ കുടുംബത്തെ ആദരിക്കുന്ന ആളല്ല, ഓൻ അഹ്ലു ബൈത്തിനെ ആദരിക്കരുത്, അഹ്ലു ബൈത്ത് എന്നൊന്നും പറയുന്ന ഒന്നില്ല, അത് ഇല്ലാത്തതുണ്ടാക്കിയതാണ്, ആ പരമ്പര അറ്റുപോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയുടെ അനുഭാവിയാണ്, അതിന്റെ പ്രവർത്തകനാണ്, അതിന്റെ നേതാവാണ്. ഓനപ്പം തങ്ങള് ഓൻ കയ്യെട്ടി കുഴപ്പായി. നിങ്ങൾ വിചാരിക്കും എന്താ കുഴപ്പം? ഒരുത്തൻ മുജാഹിദായി, ഒരുത്തൻ ജമാഅത്തായി, ഒരുത്തൻ നൂരിഷായി, ഒരുത്തൻ തെരീക്കത്ത് പോയി. 5 മക്കൾ 5 പാർട്ടിയിൽ പോട്ടെ, വാപ്പക്ക് വരുമാനം അങ്ങനെ കിട്ടൂലേ? അങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പോ. 5 മാർഗത്തിലേക്ക് പോകുന്നതിന് പകരം തനിക്ക് അല്ലാഹു തന്ന ആൺമക്കളും പെൺമക്കളും അവരേത് മാർഗത്തിൽ നിൽക്കണം, ഏത് കൊടി പിടിക്കണം, എവിടെ നിലകൊള്ളണം, ഏത് പാഠപുസ്തകം പഠിക്കണം, ഏത് സിലബസ് പഠിക്കണം, എവിടെയാണ് അവർ നിലകൊള്ളേണ്ടത്, അവർ ഏത് നേതാവിന്റെ കീഴിൽ അണിനിരക്കണം എന്നും മാതാപിതാക്കൾ തീരുമാനിക്കണം. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, വാപ്പയും ഉമ്മയും തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഈ മലയാളക്കരയിൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംരക്ഷിച്ചു പോകുന്ന സൗഹൃദം പ്രശ്നമില്ല. മഹല്ലിൽ ഭിന്നിപ്പുണ്ടാവില്ല, പള്ളിയിൽ കുഴപ്പമുണ്ടാവില്ല, മദ്രസയിൽ കുഴപ്പമുണ്ടാവില്ല, ആഘോഷങ്ങളിൽ കുഴപ്പമുണ്ടാവില്ല. ഒരു നാട്ടിൽ ഒരേ നേതാവിന്റെ അനുയായികൾ മാത്രമായി മാറിയാൽ രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും സുഭദ്രതയും കെട്ടുറപ്പും ഭദ്രതയും ഐക്യവും നിലനിൽക്കും. ഒരു മഹലത്ത് തന്നെ കുറെ പാർട്ടിക്കാർ വരുമ്പോ മഹലമിറ്റ് വിറ്റ് കൂടാൻ പറ്റൂല, മറസമിറ്റ് വിറ്റ് കൂടാൻ പറ്റൂല, ജനറൽ ബോഡിയിൽ കുഴപ്പമാവും. അവിടെ പിന്നെ പള്ളിയുടെയും മദ്രസയുടെ പേരിലുണ്ടാവും. എവിടെയാണ് അപാകത സംഭവിച്ചത്, എവിടെയാണ് അബദ്ധം സംഭവിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്തും മദ്രസക്കകത്തും ആഘോഷങ്ങളിലും വേദികളിലും സ്റ്റേജുകളിലും കുഴപ്പങ്ങളും അസ്വസ്ഥതകളും പൊട്ടിപ്പുറപ്പെടുന്നത് എപ്പോഴാ? ഒരു മഹല്ലിൽ വിവിധ നേതാക്കളുടെ അനുയായികൾ ഉണ്ടാകുമ്പോഴാണ്. വിവിധ നേതാക്കളുടെ അനുയായികൾ പാണക്കാട് കൊടപ്പനക്കൽ കുടുംബത്തെയും മഹാനായ PMSA പൂക്കോയ തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ആ പരമ്പരയുണ്ടല്ലോ, ആ പരമ്പരക്ക് കീഴിൽ ഇന്ന് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കുന്നവർ മാത്രമാണ് ഒരു മഹല്ലിലുള്ളതെങ്കിൽ. അങ്ങനെയുള്ള മഹല്ലിൽ കുഴപ്പമില്ലല്ലോ, അവിടെ പ്രശ്നമില്ലല്ലോ, അവിടെ യാതൊരു അസ്വസ്ഥതയില്ലല്ലോ, അവിടെ പള്ളിയിലും മദ്രസയിലും കുഴപ്പമില്ല. എന്താ കാരണം? അവിടെ ഒരു നേതാവും ആ നേതാവിന്റെ അനുയായികളുമാണ്, ഒരു സിലബസും ആ സിലബസ് പഠിക്കുന്നവരുമാണ്, ഒരു മദ്രസയും ആ മദ്രസയിൽ പഠിക്കുന്നവരുമാണ്, ഒരു കാളിയും ആ കാളിക്ക് കീഴിലുമാണ്. 2 കാളിന്റെ ആൾക്കാരുണ്ടാകുമ്പോ കുഴപ്പമുണ്ടാവും. അപ്പൊ എവിടെ ഒന്ന് ഉറങ്ങിപ്പോയിക്കിന്, എവിടെ ഒരു ഉറക്കം വന്നിട്ടുണ്ട്, നമ്മളിതിങ്ങനെ ഒരു എന്ന കളി കളിച്ചു പോയി, അത് കുഴപ്പമില്ല, അത് പോയിക്കോട്ടെ, ഏതായിക്കോ, മറ്റോൻ ആയിക്കോട്ടെ, മറ്റോൻ അങ്ങോട്ടും പോയിക്കോട്ടെ. മരിച്ച വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പോലും ഓതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായില്ലേ? ഖുർആന്റെ കോപ്പി പിടിച്ച് വലിച്ചെറിയേണ്ട ഗതികേടുണ്ടായിട്ടില്ലേ? എന്തിന്റെ പേരിൽ? വാപ്പയുടെ മക്കൾ 2 പാർട്ടിയിലാണ്. വാപ്പ മരിച്ചു കിടക്കുന്ന സമയം വീട്ടിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് വേണ്ടി ഇളയ മകൻ മുസ്ഹഫ് എടുത്ത് വന്നപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് മൂത്ത മകൻ വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കൂല അപ്പോ എന്ന് പറഞ്ഞിട്ട് വാപ്പയുടെ മയ്യത്തിന്റെ ചാര നിന്ന് പരിശുദ്ധ ഖുർആൻ ഓതുന്ന മകന്റെ കയ്യിൽ നിന്ന് ആ ഉപ്പയുടെ മൂത്ത മകൻ പരിശുദ്ധ ഖുർആൻ വലിച്ചെറിയേണ്ട അവസ്ഥ ഉണ്ടായി, വലിച്ചെറിയേണ്ടി വന്നു, ഉണ്ടായിട്ടുണ്ട്. എവിടെ കുഴപ്പം പറ്റിയത്? ഒന്നിറങ്ങിപ്പോയി, ഒരുത്തൻ അങ്ങോട്ട് പോയി, ഒരുത്തൻ ഇങ്ങോട്ടും പോയി, ഒരുത്തൻ തീവ്രവാദിയായി, മറ്റൊരുത്തൻ ഭീകരവാദിയായി. ഈ അസ്വസ്ഥതയാണ് നമ്മുടെ ഈ മഹല്ലുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഒരു വല്ലാത്ത ഒരു ആവേശം ഉണ്ടായിരുന്നു, അവിടെ ഒരു പോക്കിരിത്തരം കാണിച്ചിരുന്നു. ആ പോക്കിരിത്തരവും ആ സ്പിരിറ്റും ആദർശ രംഗത്ത് നിന്ന് എന്ന് നമുക്ക് നഷ്ടപ്പെട്ടോ അന്നാണ് രാജ്യത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത്, സമാധാനം നഷ്ടപ്പെട്ടത്. കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷവേളകളിൽ പോലും മാതാപിതാക്കൾ സ്വസ്ഥതയില്ലാത്ത
പ്രിയപ്പെട്ടവരായി മാറുന്ന അവസ്ഥ ഉണ്ടായിപ്പോയില്ലേ? ആ അവസ്ഥയിൽ വരെ എത്തിയില്ലേ? അതുകൊണ്ട് നേരും നെറികേടും മനസ്സിലാക്കി, നീതിയും അനീതിയും മനസ്സിലാക്കി, നേരിന്റെ പക്ഷത്തും നീതിയുടെ പക്ഷത്തും നിൽക്കാനുള്ള ചങ്കുറപ്പും ചങ്കുറ്റവും ആവേശവുമാണ് നമ്മൾ കാണിക്കേണ്ടത്. അടങ്ങനെ ഒരു അമ്മായിക്കളി കളിക്കരുത്, ഒരു അമ്മായിക്കളി കളിക്കരുത്. എന്റെ അടുത്തുള്ള മദ്രസ അതല്ലേ, നാളെ പോയിക്കോ. എന്റെ അടുത്തുള്ള പേരക്കുട്ടിനെ എന്റെ അടുത്തുള്ള മദ്രസ ഇവിടുന്നാട്ട് കടന്നാ പോരെ, ഇവിടുന്നാട്ട് കടന്നാ പോരെ. ആടെ പഠിപ്പിക്കുന്നത് എന്ത്? ആ സിലബസിന്റെ വാപ്പാര്, ആ സിലബസ് ഏടുന്നുണ്ടായതാണ്. അതിന് പൈതൃ കണ്ടോ, അതിന് പാരമ്പര്യം ഉണ്ടോ, ഇത് എവിടുന്ന് പോകുന്നതാണ്, അതിന് കുരുത്തുണ്ടോ പൊരുത്തുണ്ടോ, ആരാ നോക്കണേ? ആർക്കാപ്പയിൽ വിലയുള്ളത്? 1 കിലോമീറ്റർ അല്ല 10 കിലോമീറ്റർ പോയിട്ടാണ് പൊരുത്തും കുരുത്തും ഉസ്താദുമാരുടെ ഇജാസത്തും അതുപോലെ തന്നെ പാരമ്പര്യവും പൈതൃകവും എവിടുന്ന് വന്നത്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ഖുലഫാഉർ റാഷിദീങ്ങൾ തൊട്ട് ആ കണ്ണിമുറയാതെ അങ്ങ് മഖ്ദൂമിങ്ങളിൽ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിലെ മഹത്തായ ആ പണ്ഡിത പൈതൃകമുണ്ട്. വെളിയങ്കോട്ടുമർ ഖാദിയിലൂടെ, മമ്പുറം തങ്ങളിലൂടെ, വരക്കൽ തങ്ങളിലൂടെ കണ്ണിമുറയാതെ ആ പൊരുത്തമുള്ള ആ പരമ്പര കടന്നു വന്ന് ആ സിലബസ് എവിടെയുണ്ടോ ആ സിലബസ് ഉള്ള മദ്രസ 2 കിലോമീറ്റർ സഞ്ചരിച്ച് പോകേണ്ടി വന്നാൽ പോലും അവിടെ എന്റെ കുട്ടി പഠിക്കേണ്ടത്. അവിടെ പഠിച്ചാൽ എന്റെ കുട്ടിക്ക് നേരായ ഇൽമ കിട്ടുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് പഠിച്ചാൽ എന്റെ കുട്ടിയുടെ ഇൽമ, ആ ഇൽമിന്റെ കോലം മാറും. അതിന് പൊരുത്തുണ്ടാവില്ല, അതിന് കുരുത്തുണ്ടാവില്ല. ആ വേദനയും ആ വിഷമവും ആ പ്രയാസവുമാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നത്. അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയോ? അല്ല എന്ന് പറയാൻ ആർക്കും പറ്റൂല. നമ്മൾ കുറച്ചു കാലം ഒന്ന് കണ്ണുപൂട്ടി. നമ്മൾ പണ്ടൊരു ഉമ്മ പറഞ്ഞല്ലോ, കുട്ടികളല്ലേ മക്കളല്ലേ പയിച്ചിട്ടല്ലേ നെയ്ച്ചോറല്ലേ വെയിച്ചോട്ടെ, പള്ളിയല്ലേ ബാങ്കല്ലേ നിസ്കാരല്ലേ പോയിക്കോ നിസ്കരിച്ചോ, അങ്ങാടിയല്ലേ പുതിയ വന്ന പള്ളിയല്ലേ ജമാഅത്തല്ലേ കേറിക്കോ നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. ജമാഅത്ത് അല്ല, ജമാഅത്ത് ഒരേ മാതിരിയല്ല. എല്ലാ പള്ളിയും ഒരു പള്ളിയാന്ന് നിങ്ങൾ വിചാരിക്കരുത്. പള്ളിക്കുണ്ട് കുരുത്തം, പള്ളിക്കുണ്ട് പൊരുത്തം. പള്ളി ഉണ്ടാക്കണോടത്തും മദ്രസ ഉണ്ടാക്കണോടത്തും ചില ആൾക്കാർ പറയാം മദ്രസ അല്ലേ, ഖുർആനല്ലേ, ഹദീസല്ലേ, ഫിഖ് അല്ലേ, തസവുഫല്ലേ, എന്താ കുഴപ്പോ? ഒക്കെ ഒന്നല്ലേ, എല്ലാം ഒന്നല്ല. അങ്ങനെ ചിന്തിച്ചവർക്ക് തെറ്റുപറ്റി. പുതിയ തലമുറയിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ തിരിച്ചറിവ് എന്ന് നഷ്ടപ്പെട്ടോ അന്നാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. കല്യാണം മതിയായിരിക്കും നടത്താൻ പറ്റുണ്ടോ? മരിച്ച വീട്ടിൽ പ്രശ്നമല്ലേ? ഞാൻ തുറന്നു പറയാണ്, ഒരാള് നാട്ടിൽ മരിച്ചാൽ ആ നാട്ടില് ദ്വാക്ക് പോലും പങ്കെടുക്കാൻ 2 ടീമാണ്. ഒരു തേർക്കും ബല് കയ്യ താത്തും, മറ്റൊരു തേർക്കും ബല് അങ്ങനെ കളിക്കും. എന്താ ഉണ്ടായത്? മറുപടിയായിട്ട് പറയേണ്ടി വരും. ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. ആത്മാർത്ഥത മൈക്കിന് പോലും പ്രശ്നമായില്ലേ? മൈക്കിന്റെ പേരിൽ പോലും ഞാനത് വിശദമായി പറയേണ്ടതില്ല. ഇതിന്റെ ഉത്തരവാദികൾ നാട് നയിച്ചവരാണ്, നാടിന് നേതൃത്വം കൊടുത്തവരാണ്. ആദർശത്തിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കരുത്. അവിടെയാണ് പിടിച്ചു നിൽക്കേണ്ടത്. ശരീരത്തിൽ നിന്ന് പോയാലും എന്ത് നഷ്ടപ്പെട്ടാലും, എനിക്കെന്ത് നഷ്ടപ്പെട്ടാലും, അവിടെ എനിക്കെന്ത് സ്ഥാനം നഷ്ടപ്പെട്ടാലും, ഞാൻ പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഉൾക്കൊണ്ട സത്യം, ആ സത്യം അത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും ബഹുമാനപ്പെട്ട വാഫക്കി തങ്ങളുടെയും മഹാന്മാരായ ആലിമ്യങ്ങളുടെയും ആരിഫ്യങ്ങളുടെയും മാർഗമാണ്. നിലക്കണം, അവിടെ ഉറച്ചു നിൽക്കണം. ആ മാർഗം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവിടെ തന്നെ നാട്ടിലെ തന്റെ പ്രദേശത്തെ ആളുകളെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവിടെ എന്ത് നഷ്ടപ്പെട്ടാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടവരായി മാറിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ യഥാർത്ഥ മാർഗമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അത്തരം ദുരന്ത മുഖത്ത് നിന്ന് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഈ പ്രദേശത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും എല്ലാ വരാനിരിക്കുന്ന മുഴുവൻ മക്കളെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. നന്നായിട്ട് ദ്വാരന്നോളി. നിങ്ങളുള്ള നാട്ടിൽ, നിങ്ങളുള്ള കുടുംബം പടച്ചോനോട് ദ്വാരക്കണം. പടച്ചോനെ, ഈ കുടുംബത്തിൽ പാണക്കാട്ട് തങ്ങൾ കുടുംബത്തെ കുറ്റപ്പെടുത്തുന്ന, അവരെ അവഗണിക്കുന്ന, അവരെ മൈൻഡ് ചെയ്യാത്ത ഒരു കുട്ടിയും ഖിയാമത്ത് നാൾ വരെ ഈ കുടുംബത്തിൽ വളരരുതേ, ഈ കുടുംബത്തിൽ ജനിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് ഈമാൻ, അതാണ് സ്പിരിറ്റ്, അതാണ് ആവേശം, അതാണ് ആദർശം. ആ പ്രാർത്ഥന ഉണ്ടാവണം. ഏതെങ്കിലും ഒന്ന് വന്നാൽ മരിച്ച് കബറിൽ കിടക്കാൻ പ്രയാസാണ്, മരിച്ച് കബറിൽ കിടക്കാൻ പ്രയാസമാണ്. അവർ കാളിയായി നിൽക്കുന്ന മഹല്ലത്തിൽ അവരുടെ കാളിസ്ഥാനം കൊണ്ട് മനസ്സ് സന്തോഷിക്കുന്ന, മനസ്സ് സന്തോഷമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ മക്കൾക്കുണ്ടാവണം, നമ്മുടെ കുടുംബത്തിലെ മക്കൾക്കുണ്ടാവണം.
അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മേഖലകളിലൊക്കെ നമ്മുടെ ശ്രദ്ധയും ചിന്തയും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒക്കെ അല്പം ചില അപാകതകൾ നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചു. എന്നാൽ നിങ്ങൾ നോക്കി, ആരാണോ ഹക്കിന്റെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അവിടെ തന്നെ നിലകൊള്ളുകയും ചെയ്യണം. അവിടെ തന്നെ നിലകൊള്ളുകയും ചെയ്യണം. എന്ത് കുലുമാല് നടന്നാലും, എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും അവിടെ തന്നെ നിലകൊള്ളുകയും ചെയ്യണം. അങ്ങനെ നിലകൊള്ളുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം, പേടിക്കണ്ട. വലാ ഹും യഹ്സനൂൻ, ഓലെ കാര്യത്തിൽ ടെൻഷനും വേണ്ട, പേടിയോ വേജാറോ വിഷമൊന്നും വേണ്ട. നേരെ നിൽക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സഹമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമതല്ലേ, ഉമ്മു ശരീക്കിന്റെ ചരിത്രമതല്ലേ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമതല്ലേ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രമതല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, മുൻകഴിഞ്ഞു പോയ പൂർവ്വസൂരികളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചെന്ന പാഠമതാണ്. എന്തൊക്കെ ചെയ്തു? ഉദാഫത്തു സഹമി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ധീരനായ ഒരു നേതാവ് റോമിനോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയോഗിച്ച സൈന്യത്തിലെ ഒരു മെമ്പറാണ്, ആ സൈന്യത്തിലെ ഒരു അംഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവർത്തി കൈസറിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഈ കൈസർ പ്രഖ്യാപിച്ചത്, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഹമ്മദിന്റെ അനുയായികളായി അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ അവരെ നിങ്ങൾ ഒറ്റയടിക്ക് കൊല്ലരുത്, അവരെ കൊണ്ടുവരണം. എന്നിട്ട് അവരെ മാനസികമായി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് മതം മാറ്റാനുള്ള ഏതൊക്കെ മാർഗമുണ്ടോ ആ മാർഗം അവലംബിക്കണം. കൂട്ടത്തിൽ നിന്നൊരു മുസ്ലിമിനെ പിടികിട്ടി, ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കിട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ രാജസദസ്സിൽ കൊണ്ടുവന്നു. രാജാവിന്റെ മുമ്പിലെത്തിയ ഹുദാഫ അവിടെ വെച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, ഹുദാഫ, നിന്റെ കൂട്ടുകാരെ കുറിച്ച് അറിയാമല്ലോ, നിന്റെ കൂടെയുള്ള പലരെയും ഈ യുദ്ധമുഖത്ത് കശാപ്പ് ചെയ്യപ്പെട്ടു. ഇതാ ഇനി നീ മാത്രമാണ് ബാക്കിയുള്ളത്. നിനക്ക് രക്ഷപ്പെടണം, നിനക്ക് ജീവിക്കണം. അതിന് താല്പര്യമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ അള്ളാഹുവിൽ നിന്ന് മാറണം, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മാറി ഈ ഞങ്ങളെ കൂടെ കൂടണം, ഞങ്ങളോടൊപ്പം നിൽക്കണം. നീ ക്രിസ്തുമതം അംഗീകരിക്കണം, നീ ക്രൈസ്തവ മതവിശ്വാസിയാവണം. ഹുദാഫയുടെ കൂടെ ഒന്നുമില്ല, ഒരു മുട്ടുസൂചി പോലും കയ്യിലില്ല, ആറ്റം ബോംബില്ല, അണുബോംബില്ല, സ്കഡ് മിസൈലുകളില്ല, എന്റെ പ്രിയപ്പെട്ടവരെ ട്രഷർ ബോംബുകളില്ല, ആയുധങ്ങളൊന്നുമില്ല. ഒറ്റയാൾ പട്ടാളമായി അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ കൈസർ രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് മാറില്ല. രാജാവ് പറഞ്ഞു, അധികാരം വേണമെങ്കിൽ അധികാരം തരാം, സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് തരാം, നിനക്ക് ഇഷ്ടമുള്ളതൊന്നും വിട്ടുതരാം. പ്ലീസ്, നീ ഒന്ന് മാറണം, നീ ക്രിസ്തുമത വിശ്വാസിയാവണം. നിനക്ക് എന്തു വേണമെങ്കിലും ഈ ഭൂമുഖത്ത് നിനക്ക് തന്നേക്കാം. അധികാരമോ സമ്പത്തോ പെണ്ണോ എന്തു വേണമെങ്കിലും നിനക്ക് വിട്ടു തന്നേക്കാം. പക്ഷേ നീ ചെയ്യേണ്ടത് ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കണം. ഹുദാഫ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാനതൊന്നും ഉൾക്കൊള്ളുന്നില്ല. ഞാൻ വിശ്വസിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ആദർശത്തിലാണ്. അതിൽ നിന്ന് അണുവളത് വ്യതിചലിക്കാൻ ഞാനില്ല. ഏകദൈവ വിശ്വാസിയാണ്, അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. എനിക്കെന്ത് പീഡനം സഹിക്കേണ്ടി വന്നാലും. പിന്നെ ഉടനെ തന്നെ അനുനയത്തിന്റെ മാർഗം സ്വീകരിച്ചു. രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് ഉടനെ പറഞ്ഞു, ഹുദാഫ, നിന്നെ ഞാൻ കുരിശിലേറ്റുകയാണ്. നിന്റെ ശരീരത്തിലേക്ക് ശത്രുക്കൾ അമ്പയും, നിന്റെ ശരീരത്തിലേക്ക് എന്റെ പട്ടാളം അമ്പയും. കുരിശിലേറ്റി, രണ്ട് കാലുകൾക്കിടയിലും അമ്പുകൾ തൊടുത്തുവിട്ടു. തന്റെ ശരീരത്തിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന അമ്പുകളെ കണ്ട് പേടിച്ചു നിൽക്കാതെ കുരിശിൽ ആൺകുട്ടിയെ പോലെ പിടിച്ചു നിന്നിട്ട് പറഞ്ഞു, ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഇവിടെ കുരിശിൽ പടഞ്ഞു മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടൊരു കളിയില്ല. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു, മാറ്റമില്ല, മാറാൻ ഞാൻ ഒരുക്കമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ കുരിശിലേറ്റിയിട്ട് പോലും യാതൊരു മാറ്റവുമില്ലാതെ ചാഞ്ചല്യമില്ലാത്ത മനസ്സിന്റെ ഉടമയായി പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് കണ്ട ശത്രുക്കൾ അത്ഭുതപ്പെട്ടു പോയി. കുരിശിൽ നിന്ന് തായിറക്കി. അടുത്ത മുറ നോക്കുകയാണ്. രാജാവ് പറഞ്ഞു, കൊണ്ടുവരൂ, രണ്ട് പുള്ളികളെ, ജയിൽ പുള്ളികളെ കൊണ്ടുവരൂ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവിടെ തടവ് പുള്ളികളാക്കപ്പെട്ട രണ്ട് പച്ച മനുഷ്യരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ തിളപ്പിച്ച് ചുട്ടു തിളക്കുന്ന എണ്ണയിലേക്ക് ജീവനുള്ള രണ്ട് മനുഷ്യ മക്കളെ പിടിച്ചു വലിച്ചെറിഞ്ഞു.
പിടിച്ചു വലിച്ചെറിഞ്ഞു. നമ്മളിപ്പോ എന്താ സ്ഥിതി? നമ്മളിപ്പോ ഇങ്ങനെ ആടുകയാണ്. രണ്ട് ചെറുപ്പക്കാരെ കൂടെ കിട്ടിയാൽ ഇപ്പൊ അങ്ങനെയാണല്ലോ, ഫ്രണ്ട്ഷിപ്പിലാണ് കാര്യമൊക്കെ നടക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിലാണ്. 4 ആൾക്കാരെ നമ്മളൊപ്പം കിട്ടി, ഒരു ടൂറായിട്ട് പോയി, ബീച്ചിലോ പാർക്കിലോ എത്തി. ഓൻ കുടിക്കാണ്, നമ്മളും കുടിക്കന്നെ. ഓൻ പ്രേമിക്കാണ്, നമ്മളും പ്രേമിക്കന്നെ. ഓൻ ബ്ലൂടൂത്ത് വഴി, ഓൻ വാട്സപ്പ് വഴി, ഓൻ ഫേസ്ബുക്ക് വഴി പ്രേമ പേക്കുത്തിലാണെങ്കിൽ നമ്മളും അതിന്റെ കൂടെ. നോക്കൂ നിങ്ങൾ, ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം സംഘടിതമായ വ്യഭിചാരം, സംഘടിതമായ ആത്മഹത്യ, സംഘടിതമായ ആക്രമണം, സംഘടിതമായ വൃത്തികേടുകൾ. ഒരു സംഘം ആളുകളാണ്, ഒറ്റക്കല്ല, ഒരു സംഘമാണ്. സംഘം ചേർന്നുകൊണ്ട് വൃത്തികേടുകൾക്ക് നേതൃത്വം നൽകുന്ന കാലമല്ലേ? കൊട്ടേഷൻ സംഘം ഉൾപ്പെടെ രാജ്യത്ത് എല്ലാ വൃത്തികേടുകൾക്കും സംഘടിതമായി നേതൃത്വം നൽകുന്നു. ഒരു 4 പെൺകുട്ടികൾ പോകാൻ വെച്ചാൽ ഓൽക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓൽക്കൊക്കെ പ്രേമബന്ധമുണ്ട്, അവർക്കൊക്കെ ബന്ധമുള്ളവരുണ്ട്, അവർക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തവരായ ആരുമില്ല. ഒരു കാര്യം ഓർക്കണം നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സഹമി രാജസദസ്സിൽ ഈ പീഡനമുറകൾക്ക് മുമ്പിലൊന്നും പതറാതെ അടിയുറച്ചു നിന്നു എന്ന് മാത്രമല്ല, ചരിത്രരേഖ പരിശോധിക്കുമ്പോൾ കാണാം, തന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മനം മാറ്റുന്നതിന് വേണ്ടി 2 ജയിൽ പുള്ളികളെ കൊണ്ടുവന്ന് പച്ചയായി അവരെ പിടിച്ചിട്ട് ചുട്ടു തിളക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ 2 ജീവനും ആ എണ്ണയിൽ വെന്ത് കരിഞ്ഞു പൊന്തി. എന്നിട്ട് പറഞ്ഞു, കണ്ടോ ഹുദാഫ, നിനക്ക് വരാൻ പോകുന്ന അവസ്ഥ ഇതാണ്. ഇനി അടുത്ത് നിന്നെ വലിച്ചെറിയും. ഈ 2 മനുഷ്യർക്ക് എന്തു ഗതിയാണോ ഉണ്ടായത്, ഇതുപോലെ നിന്നെ ഇതിലേക്ക് വലിച്ചെറിയും എന്ന് പ്രഖ്യാപിച്ചു. നമ്മൾ നിമിഷം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാച്ചാൽ മതി, നമ്മളിങ്ങനെ ഒരു നിലപാടൊന്നും ഇപ്പൊ നമുക്കില്ല, ആണിനുമില്ല പെണ്ണിനുമില്ല. ഞാൻ അവസാനിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സഹമി നമ്മൾ എവിടെ 4 അല്ല 10 അല്ല 10,000 ആളെ മുമ്പിലിട്ടു. എവിടെയാണെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ, മദ്യം മലർത്തിക്കിടത്തി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പല്ല് കടിച്ചു പിടിച്ചിട്ട് തന്റെ വായിലേക്ക് മദ്യം കടക്കാതെ മൽപ്പിടം നടത്തിയിട്ട് 5 പേരെയും തട്ടിമാറ്റിയിട്ട് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ട് ഇല്ല എനിക്കൊരു വിദ്യാഭ്യാസം വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അങ്ങനെയുള്ള യുവാക്കളെ കൊണ്ട്, യുവതികളെ കൊണ്ട് ഈ നാടിനെ, നമ്മുടെ നാടുകളെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സഹമി ശത്രുവിന്റെ മുമ്പിൽ പതറാതെ പിടിച്ചു നിന്നു. തന്റെ 2 കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് 2 ജീവനുകളെ ചട്ടിയിലിട്ട് ചുട്ടുപൊരിച്ച് കരിക്കട്ടയാക്കി മാറ്റിയിട്ട് പോലും മാറ്റില്ല. അവസാനം പിടിച്ചൂടി എന്ന് പറഞ്ഞു. പടയാളികൾ വന്നുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സഹമിയെ പിടിച്ചു. കൈകാലുകൾ കൂട്ടിക്കെട്ടി ആ എണ്ണച്ചട്ടിയിലേക്ക് വലിച്ചെറിയാൻ നിൽക്കുമ്പോൾ തന്റെ കണ്ണിൽ നിന്ന് അല്പം കണ്ണുനീര് വന്നു, സങ്കടത്തിന്റെ. അപ്പോ ഭടന്മാര് വിചാരിച്ചു, മാറ്റം തൊണ്ട് ഇതുവരെ ഒരു തുള്ളി കണ്ണീര് വരാത്ത, സങ്കടം വരാത്ത ഈ ചങ്ങായി ഇപ്പൊ കരയുണ്ട്, അതുകൊണ്ട് മനസ്സിന് വല്ല മാറ്റം വന്നിട്ടുണ്ടാവും, മരണത്തെ പേടിണ്ടാവും, ചിലപ്പോൾ മാറിയുണ്ടാവും. രാജാവിനെ വിവരമറിയിച്ചു, ഈ സഹോദരൻ കരയുന്നുണ്ട്. രാജാവ് പറഞ്ഞു, കൊണ്ടുവരൂ, മനംമാറ്റം സംഭവിച്ചിട്ടുണ്ടാകും. ആ സഹോദരനെ പിടിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സഹമിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് തന്റെ മുമ്പിൽ ഹാജരാക്കി. രാജാവ് ചോദിച്ചു, എന്താ വല്ല മാറ്റമുണ്ടോ? മാറ്റമൊന്നുമില്ല. പിന്നെന്തിനാ കരഞ്ഞത്? ഞാൻ മരണത്തെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് ഒരിക്കലല്ലേ ഈ ചട്ടിയിൽ കിടന്ന് മരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഷഹീദിന്റെ കൂലിയല്ലേ എനിക്ക് കിട്ടുകയുള്ളൂ. എന്റെ ശരീരത്തിൽ ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ. ഞാൻ ചിന്തിച്ചു പോയി, അള്ളാഹു എനിക്ക് 100 തവണ എന്റെ ആത്മാവ് തിരിച്ചു തരുകയും ആ 100 പ്രാവശ്യം ഈ ചട്ടിയിൽ കിടന്ന് വെന്ത് കരിയാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ അള്ളാഹുവേ, നിന്റെ മുമ്പിൽ 100 ഷഹീദിന്റെ പ്രതിഫലം എനിക്ക് വാങ്ങാമായിരുന്നല്ലോ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഷഹീദിന്റെ കൂലിയല്ലേ കിട്ടുകയുള്ളൂ എന്നുറക്കെ പ്രഖ്യാപിച്ചപ്പോൾ രാജസദസ്സിൽ അത്ഭുതം സംഭവിച്ചു. രാജാവ് പറഞ്ഞു, മാറ്റി നിർത്തൂ അവനെ. ഇവന്റെ നിശ്ചയദാർഢ്യം കണ്ട്, ഇവന്റെ ആദർശ നിഷ്ഠ കണ്ട്, ഇവന്റെ ആ വലിയ അനങ്ങാത്ത, പതറാത്ത, തകരാത്ത, ഒരു പ്രതിസന്ധിക്ക് മുമ്പിലും പതറിപ്പോകാത്ത ആ ആശയം, ആദർശം കണ്ടുകൊണ്ട് മഹാനായ രാജാവ് ആ സഹോദരനോട് പറഞ്ഞു, മാപ്പ്, ഇന്നൊന്ന് രക്ഷപ്പെടുത്ത്, നാളെ കുറവാക്കല്ലേ, ഞാൻ എന്നൊന്നും ചെയ്യില്ല, ദയവ് ചെയ്ത് നീ എന്റെ തല ഒന്ന് ചുംബിച്ചാൽ
ഈ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്റെ തല ഒന്ന് ചുംബിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. അപ്പൊ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സമി പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചെയ്യാം, എനിക്കതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്റെ കൂട്ടത്തിലെ, എന്റെ സംഘത്തിലെ ഈ യോദ്ധാക്കളിൽപ്പെട്ട, എന്റെ സംഘത്തിൽപ്പെട്ട നിരവധി ആളുകളെ നിങ്ങൾ പിടിച്ച് തടവിലാക്കിയിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾ വിട്ടുതരുന്ന പക്ഷം ഞാൻ നിങ്ങളെ തല ചുംബിക്കാം, എനിക്കതിന് പ്രശ്നമില്ല. ആ തടവ് പുള്ളികളെ മുസ്ലിമീങ്ങളായ തന്റെ കൂട്ടുകാരെ മുഴുവനും ജയിൽ മോചിതരാക്കി അവരെ പുറത്തുവിട്ടു. ആ സമയത്ത് രാജാവിന്റെ തല ചുംബിച്ചു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇലാ ഹദ്റത്തി ഖലീഫ ഉമർ ബിൻ ഖത്താബ് സംഘടിതമായി യുദ്ധത്തിൽ നിന്ന് വിജയത്തിന്റെ കൊടി പിടിച്ചിട്ട് ഖലീഫയുടെ മുമ്പിലെത്തി ചരിത്ര കഥകളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഉമർ ബിൻ ഖത്താബ് അവസാനമായി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ആരും പോകരുത്, ഒരാദരിക്കൽ ചടങ്ങിന് സാക്ഷിയാകേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് ധീരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ സത്യപ്രസ്ഥാനത്തിന് വിജയത്തിന്റെ കൊടി നേടിത്തന്ന, വിജയത്തിന്റെ വഴി നേടിത്തന്ന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഒന്ന് ആദരിക്കണം, നമ്മൾ ഒന്ന് ആദരിക്കേണ്ടതുണ്ട്. ഞാൻ അതിന് തുടക്കം കുറിക്കാം. ഖലീഫ തന്നെ ആ സഹോദരന്റെ തല ചുംബിച്ചുകൊണ്ട് ആ സംഘത്തിൽ ഒരുമിച്ച് കൂടി എല്ലാവരും ആദരിക്കൽ ചടങ്ങിന് സാക്ഷികളായി. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ ഒരുപാട് വന്നേക്കാം, ഒരുപാട് പ്രതിസന്ധികൾ വന്നേക്കാം. പലിശയുടെ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, പ്രേമത്തിന്റെ, സീരിയലിന്റെ, സിനിമാറ്റിക് ഡാൻസിന്റെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ഒരു വിശ്വാസി അകപ്പെട്ടേക്കാം. എല്ലാം തട്ടിമാറ്റുക, അവിടെ പതറിപ്പോകരുത്, നമ്മൾ അതിന്റെ കൂടെ നിൽക്കരുത്. എവിടെ കല്യാണ പന്തലുകളിലും സൽക്കാര സദസ്സുകളിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അരാജകത്വങ്ങളും അധർമ്മങ്ങളും കൊടികുത്തി വാങ്ങാൽ പോലും, മൂക്കിന്റെ ചുവട്ടിൽ വെച്ച് തിന്മ കണ്ടാൽ പോലും അവിടെ അതിലേക്കെടുക്കാതെ പാറ പോലെ പിടിച്ചു നിന്ന് ആ തിന്മയിൽ നിന്ന് തടഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി നമ്മുടെ അന്ത്യം വരെ, അവസാന നിമിഷം വരെ അടിയുറച്ചു മുന്നോട്ട് പോകുന്ന ഒരു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഈ വിളക്കമാണത്തെ ഈ നാട്ടിലെ മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ദിശ തെളിച്ചു കൊടുക്കുന്ന, വഴി കാണിച്ചു കൊടുക്കുന്ന, ആത്മീയ പ്രകാശം പരത്തുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഇനി വരാനിരിക്കുന്ന മുഴുവൻ മക്കളുടെയും മനസ്സിൽ യഥാർത്ഥ അറിവിന്റെ വെളിച്ചം ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് പകർന്നു കൊടുക്കുന്ന ഒരു വിജ്ഞാന ഗോപുരമായി നമ്മുടെ നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ മദ്രസ കെട്ടിടം മാറട്ടെ. അതിനുവേണ്ടി ഓരോരുത്തരും അഹോരാത്രം ഇനിയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പ്ലസ് 1 തുടങ്ങി, പ്ലസ് 2 തുടങ്ങി, വന്ന കുട്ടി 1ാം ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടി, ആ കുട്ടി പ്ലസ് 2 കഴിഞ്ഞ് മാത്രമേ ഈ മദ്രസയിൽ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ, അപ്പോഴേ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവുകയുള്ളൂ എന്ന നിലവാരത്തിലേക്ക് എത്തുന്ന വിധത്തിൽ അതിന് ആവശ്യമായ 2 മണിക്കൂർ സമയം ഏറ്റവും ചുരുങ്ങിയത് ഈ മദ്രസയിൽ എന്റെ കുട്ടി പഠിക്കണം. അതിനുള്ള എല്ലാ വഴികളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇതിന്റെ കാവൽക്കാരായി, ഇതിന്റെ കാവൽ ഭടന്മാരായി മുന്നോട്ട് പോകാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം വൈകിയെങ്കിൽ ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടി എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.